നേരെന്ന സിനിമ നേരായ വഴിക്ക് നമ്മളെ വിജയിപ്പിച്ചു. ഇതൊരു സാധാരണ കഥയാണ്. ഈ കഥ തിയേറ്ററിൽ വന്ന് കണ്ടപ്പോൾ പലർക്കും ഇതൊരു ഗംഭീര സിനിമയായിട്ട് തോന്നി. അദ്ദേഹവും അത് ഒരു പെൺകുട്ടിയും കൂടെ എൻ്റെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ പുള്ളിയുടെ ഒരു കഥ പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് ഫോണിൽ കൂടെ വിളിക്കുമ്പോൾ ഈ ഡോക്യുമെന്റ് കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിനകത്ത് എന്തോ ഒരു നേരിട്ട് വന്ന് ഭീഷണിപ്പെടുത്തി. നമ്മളിത് ഇങ്ങനെ അങ്ങ് പോകും, സൈഡിൽ കൂടെ ഇങ്ങനെ പലതും ഉണ്ടാവും, അത് സൈഡിൽ കൂടെ പോയിക്കൊണ്ടേയിരിക്കും. ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പറഞ്ഞ ഒരു ഏരിയ, ഫുൾ കഥയല്ല, ഒരു ഏരിയയിൽ ഇങ്ങനെയുണ്ട്, പിന്നെ നാളെ നിങ്ങൾ പറയരുത് ആ നഷ്ടം വരുവാ. ആന്റണി ഏതാ പറഞ്ഞു, നഷ്ടം വരുവാനോ വന്നോട്ടെ, നമ്മൾ തിരിച്ച് ഫൈറ്റ് ചെയ്യും. വളരെ മോശമായ നിലയിലാണ് ഞാനെല്ലാം ആ കുറിപ്പ് വായിച്ചാണ്. നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ ആരുടെ സർട്ടിഫിക്കറ്റ് ഉണ്ട്? ഇല്ല. ചൈതന്യ ശരിയെന്ന് തോന്നുന്നത് ചൈതന്യ മനസാക്ഷി അനുസരിച്ച് ചെയ്യാം. ഇതെല്ലാം കൃത്യമായിട്ട് തന്നെ നോട്ട് ചെയ്ത് പോയത് കൊണ്ടാണ് എനിക്ക് ആ മേഡത്തിനോട് സെല്യൂട്ടുള്ളത്. മനസ്സ് വെച്ചാ ചേഞ്ച് ആവാലോ. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് അപ്ലയൻസസുകളുടെ വൈഡ് റേഞ്ചും മൈജി ഫ്യൂച്ചർ സ്റ്റോറുകളിൽ മാത്രം. മൈജി ഫ്യൂച്ചർ ചേഞ്ച് ആകും, വേറൊരു റേഞ്ച് ആകൂ. നീതൂസ് അക്കാദമി, ഇന്ത്യസ് #1 ലാംഗ്വേജ് അക്കാദമി. നമസ്കാരം. ഒരു സിനിമയുടെ വിജയത്തിന്റെ ആഘോഷത്തിലായിരുന്നു. ആ വിജയത്തിന് ശേഷം നമ്മുടെ കൂടെ 2 അതിഥികളുണ്ട്. 2 പേർക്ക് സ്വാഗതം. ജിത്തു സാർ, അന്തിമം ഒന്നും പറയാനില്ല കേട്ടോ. വളരെ സന്തോഷത്തിന്റെ മുഹൂർത്തമാണിത്. ഇത്രയും പെട്ടെന്നൊരു സക്സസ് ഉണ്ടാവുമെന്ന് നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ അത്രമാത്രം പ്രേക്ഷകർ നേരെന്ന സിനിമ നേരായ വഴിക്ക് നമ്മളെ വിജയിപ്പിച്ചു. അവർക്ക് ഒത്തിരി താങ്ക്സ് ഞാനും കൂടെ പറയുകയാണ്. എങ്കിലും നമുക്ക് കുറെ കാര്യങ്ങൾ എനിക്കറിയാനുണ്ട്. ഈ സിനിമ ഇറങ്ങുമ്പോൾ തന്നെ പറഞ്ഞു ഇതിലൊരു ഡിമാൻഡുമില്ല, നമുക്ക് ഈ സിനിമ പ്രേക്ഷകരിലേക്ക് തരുവാണെന്നാണ് പ്രസ് മീറ്റിലൊക്കെ പറഞ്ഞ, എൻ്റെ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞത്. അങ്ങനെ പറയാൻ തോന്നിയത് എന്തായിരുന്നു? അല്ല, ഡിമാൻഡൊന്നും ഇല്ല എന്ന് പറയാൻ കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് ഇതൊരു സാധാരണ കഥയാണ്. കഥ സാധാരണമാണ്. ഇപ്പോൾ കുറെ ആൾക്കാർ ഇവിടെ എന്താ പറയാ, അവരുടെ ഈ ഓൺലൈനിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ചിലർ പറയുന്നുണ്ട് ഇതൊരു സാധാരണ കഥയാണ്, ഇതൊരു ഗംഭീര കഥയാണെന്നൊന്നും പറയുന്നത്. പിന്നെ ചിലർ പറഞ്ഞു ഇത് ഗംഭീര കഥയാണ്, ഇത് അങ്ങനെയൊക്കെ പറയുന്നു. ഞാൻ പറയുന്നു ഇതൊരു സാധാരണ കഥയാണ്. പക്ഷേ ഈ കഥ തിയേറ്ററിൽ വന്ന് കണ്ടപ്പോൾ പലർക്കും ഇതൊരു ഗംഭീര സിനിമയായിട്ട് തോന്നി. ചിലർക്ക് ചിലപ്പോ അത്ര ഗംഭീര സിനിമയായിട്ട് തോന്നിയില്ല. അപ്പോഴും അവർ പറയുന്നുണ്ട് ഇതൊരു നല്ല സിനിമയാണ്. നമുക്ക് വേണ്ടത് അതാണ്, ഇതൊരു നല്ല സിനിമയാണ്. നമുക്ക് ആ ഒരൊറ്റ പേര് കിട്ടിയാൽ മതി. കാരണം പലതരത്തിലുള്ള ആസ്വാദന ഉള്ള ഓഡിയൻസ് ഉണ്ട്. ഇപ്പൊ ഭയങ്കര മാസ് ആക്ഷൻ ഡയലോഗ് ഇഷ്ടപ്പെടുന്ന ഒരു കൈൻഡ് ഓഫ് ഓഡിയൻസിന് ഇത് അത്ര പിടിക്കണമെന്നില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് നമുക്ക് വലിയ അവകാശവാദങ്ങളൊന്നുമില്ല. ഇത് ഫാമിലിക്കും നല്ല സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്കും ആണ് ഈ സിനിമ ഇഷ്ടപ്പെടുക. പക്ഷെ ചിലർക്ക് ഭയങ്കര ഗംഭീരമായിട്ട് തോന്നി. അപ്പോ ഈ നമ്മൾ കയറി ഒരു വലിയ ഒരു എക്സ്ട്രാ ഓർഡിനറി സാധനമാണെന്നൊക്കെ പറഞ്ഞ് ഇല്ലാത്തത് പറഞ്ഞിട്ട് തിയേറ്ററിൽ ആൾക്കാർ വന്ന് അവർക്ക് ഒരു എന്താ ഒരു നിരാശ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു ഇതൊരു സാധാരണ സിനിമയാണ്, വരുന്നു, നിങ്ങൾ കണ്ടിട്ട് തീരുമാനിക്കുക നിങ്ങൾക്ക് അത് ഏത് അളവിൽ ഇഷ്ടപ്പെട്ടു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അന്നും ഇല്ല ഇന്നും വലിയ അവകാശവാദങ്ങളൊന്നുമില്ല. ഓരോരുത്തർക്കും അതെങ്ങനെ ഫീൽ ചെയ്തു എന്നുള്ളത് അവർ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ. ഇത്രമാത്രം ഒരു സക്സസിലേക്ക് വരുമെന്ന് വിചാരിച്ചിരുന്നു ഈ സിനിമ? നിങ്ങൾ ഞാൻ സത്യസന്ധമായി പറഞ്ഞാൽ ഞങ്ങൾ പറയുമ്പോൾ ഞാൻ ഇതൊരു നല്ല സിനിമയാന്നുള്ള ഉറപ്പ് എനിക്കുണ്ട്. പിന്നെ ഇത് ബോക്സ് ഓഫീസിൽ എങ്ങനെ റിഫ്ലക്ട് ചെയ്യും എന്നുള്ളത് പറയാൻ ഞാൻ ആളല്ല. അതിന്റെ കാരണം ഇതിനകത്തെ ഒരു 75% ഇതൊരു കോടതി മുറിക്കകത്താണ്. അതുകൊണ്ട് ഈ കോടതിയും ഇതിന്റെ എന്താ പറയാ വാദവും പ്രതിവാദവും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഇത് വിരസത തോന്നിയാൽ ചിലപ്പോൾ ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഇമ്പാക്ട് കിട്ടത്തില്ല. വിരസത തോന്നാൻ സാധ്യതയില്ലെന്ന് എന്റെ മനസ്സ് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ നമുക്കത് ഒരിക്കലും ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. കാരണം ഞാൻ ഇച്ചിരി മുമ്പ് പറഞ്ഞ പോലെ ആസ്വാദന രീതി പല രീതിയിലാണ്. ഇപ്പോ നമുക്ക് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് മജോറിറ്റി ആൾക്കാർക്കും ആ കോർട്ട് റൂം അവര് തമ്മിലുള്ള ആ ഒരു യുദ്ധം അവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു എന്നുള്ളതാണ്. അതാണ് ഈ സിനിമയുടെ ഒരു വലിയ ഒരു ഇതിനെ പിടിച്ചു നിർത്തുന്ന ഒരു ഘടകം. അതിന്റെ എമോഷണൽ ഏരിയയിൽ ഞങ്ങൾ കോൺഫിഡന്റാ. പക്ഷെ ആ എമോഷണൽ ഏരിയ അങ്ങോട്ട് പോകും തോറും അതിന്റെ ക്ലൈമാക്സിലേക്ക് എത്തും വരെ ആൾക്കാരെ മുഷിപ്പിക്കാതിരുത്തണം. അത് ഞങ്ങൾ വിജയിച്ചു. തീർച്ചയായിട്ടും ആ വിജയം കണ്ടു. ഒരു അഡ്വക്കേറ്റ് എന്ന നിലയിൽ
ആ രീതിക്ക് സ്ക്രിപ്റ്റ് റൈറ്റർ മറ്റൊരു അഡ്വക്കേറ്റ് എന്ന നിലയിലേക്ക് ഞാൻ ചോദിക്കും. ഞാൻ ഒത്തിരി കോടതിയിൽ വാദങ്ങൾ കേൾക്കാൻ നേരിട്ട് റിപ്പോർട്ട് ചെയ്യാൻ പോയിരുന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. എനിക്കിത് കണ്ടപ്പോൾ ഒത്തിരി എക്സ്പീരിയൻസ് ആയി. നമ്മളൊരു അഭിഭാഷകൻ ഏറ്റിരിക്കുമ്പോൾ, എന്നുവെച്ചാൽ വലിയ പിടിപാടുള്ള ഒരാളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അഭിഭാഷകൻ ഏറ്റിരിക്കുമ്പോൾ, നമ്മളെ പ്രോസിക്യൂട്ടർ ഏറ്റിരിക്കുമ്പോൾ പുറകിൽ നിന്ന് ചിരിക്കുക, അവരെ കളിയാക്കുന്നത്, അതൊക്കെ ഈ സിനിമയിൽ കൃത്യമായിട്ട് അത് എനിക്കൊരു എക്സ്പീരിയൻസ്. ഞാൻ പോയിരുന്നത് കണ്ടിട്ടില്ല ആ ഒരു എക്സ്പീരിയൻസ്. ഇതെല്ലാം കൃത്യമായിട്ട് തന്നെ നോട്ട് ചെയ്ത് പോയത് കൊണ്ടാണ് എനിക്ക് ഈ അഡ്വക്കേറ്റ് എന്ന മേഡത്തിനോട് സെല്യൂട്ടുള്ളത്. തീർച്ചയായിട്ടും കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. അതെനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആയി. ഇനി നമ്മൾ സിനിമയിലേക്ക് പോവുകയാണ്. അഭിനയത്തിൽ നല്ലത് സ്ക്രിപ്റ്റ് ആണെന്ന് വിചാരിച്ചു. അഭിനയത്തിനും അപ്പുറത്തേക്ക് സ്ക്രിപ്റ്റ് ആണ് എന്റെ ബലം, അത് കാണിച്ചു. ഇനി അഭിനയമാണ് തിരഞ്ഞെടുക്കുന്നത്, സ്ക്രിപ്റ്റിലേക്ക് പോകുമോ? അങ്ങനൊന്നുമില്ല. സ്ക്രിപ്റ്റ് ചെയ്യണം എന്നുണ്ട്, നല്ല കഥകൾ എഴുതണം എന്നുണ്ട്, നല്ല കുറെ കഥകൾ മനസ്സിലുണ്ടാകും, നന്നായിട്ട് എഴുതണം എന്നുണ്ട്. ഒരിക്കലും ഞാനൊരു ആക്ടറാണെന്ന് ഒരിക്കലും ഞാൻ ഇവിടെ അവകാശപ്പെടുന്നില്ല. കാരണം എനിക്കറിയാം ഞാനൊരു ആക്ടർ അല്ല. പിന്നെ ഞാൻ എഴുതിയ സിനിമയിൽ ഇപ്പൊ സാറ് പറഞ്ഞു ഓക്കെ ഈ റോള് ഞാൻ ചെയ്താൽ നന്നായിരിക്കും, കുഴപ്പമില്ല, താനത് കാഷ്വലായിട്ട് ചെയ്യും. ഇപ്പൊ എന്റെ ആക്ടിങ്ങിനെ കുറിച്ചിട്ട് ഞാൻ ഇതിനു മുമ്പ് അഭിനയിച്ച സിനിമകളിൽ തന്നെ ഞാൻ കാണുമ്പോൾ സിനിമ നല്ലതാണ്, പക്ഷെ അയ്യോ ഞാൻ അത് ചെയ്താൽ നന്നായില്ലാന്ന് തോന്നും. അതൊരു ഡയറക്ടർ പറയും ഓക്കെ താൻ ചെയ്യേണ്ട, ചിലവർക്ക് അത് ഓക്കെയാണ്. ഇപ്പൊ ഇതിനകത്ത് അഹാന എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ വളരെ കാഷ്വൽ ആയിട്ടാണ് വന്നിരിക്കുന്നത്, ബാക്കിയെല്ലാം സീനിയേഴ്സ് ആണ്. അപ്പൊ ആ ക്യാരക്ടർ ഞങ്ങൾ കൺസീവ് ചെയ്തത് ഇപ്പൊ വിജയമോഹന്റെ വീട്ടിലേക്ക് എപ്പോഴും ചോദിക്കാതെയും പറയാതെയും കയറി വരുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് അത് വന്നിരിക്കുന്നത്. അവിടെ അഹാന പോയി വളരെ ഫോമലായിട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ചിലത് കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു 1-2 സ്ഥലത്ത് എക്സ്പ്രഷൻ ഒന്ന് പാളിയല്ലോ, അത് നന്നാക്കാം. അപ്പൊ ഞാൻ ഒരിക്കലും ഒരു ആക്ടർ എന്നുള്ള രീതിയിലേക്ക് കുറെ സിനിമ അഭിനയിക്കണം എന്ന് പറയുന്ന ഒരാളല്ല. കാരണം എനിക്കൊരു സ്ട്രോങ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഞാൻ എന്റെ വക്കീൽ പണിയിലാണ് ഞാൻ ഏറ്റവും നന്നായിട്ട് ഓരോ ദിവസം ബെറ്റർ ആകേണ്ടത്. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇനി കുറച്ച് ഉത്തരവാദിത്തം കാണിക്കണം. ഞാൻ എഴുതുന്ന സിനിമ ആയതുകൊണ്ട് ഞാൻ അഭിനയിച്ചു എന്നുള്ളതല്ല, ഞാൻ എഴുതി ആ ക്യാരക്ടർ താൻ തന്നെ ചെയ്യുമെന്ന് ഡയറക്ടർ പറഞ്ഞു, ഓക്കെ ഞാൻ എന്നാ ചെയ്തു. പക്ഷെ എനിക്കത് ഇറങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ ഈ അഭിനയിക്കുന്ന സിനിമകളിലാണെങ്കിലും അതിൻ്റെ ഒരു ഹോംവർക്ക് ചെയ്യണം, അത് ഒരു ബെറ്റർ ആകണം, നമ്മളൊരു ബെറ്റർ പേഴ്സൺ ആകുന്ന പോലെ പ്രൊഫഷണൽ ആണെങ്കിലും വ്യക്തി ജീവിതത്തിലാണെങ്കിലും എന്ത് പ്രൊഫഷൻ നമ്മൾ തിരഞ്ഞെടുത്താലും അതിൽ ബെറ്റർ ആകുക എന്നുള്ളതാണ്. അപ്പൊ ആ 2 രീതിയിൽ ഇവോൾവ് ചെയ്യണം എന്ന് എനിക്കുണ്ട്. പക്ഷെ ഒരിക്കലും ഇന്ന സിനിമകൾ ചെയ്യണം അങ്ങനെ ഒരു കാര്യം എന്റെ മനസ്സിൽ പോലും ഇല്ല. കാരണം യാദർച്ഛികമായിട്ട് സംഭവിക്കുന്നതാണല്ല. അല്ല, സ്ക്രിപ്റ്റും അഭിനയം കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുമ്പോൾ ഒരു ടാസ്ക് ആണ്. കാരണം നിങ്ങൾ രണ്ടുപേരും കൂടെയാണ്, നിങ്ങൾ അപ്പോൾ സീനുകൾ മാറ്റേണ്ട കാര്യങ്ങൾ വന്നു, ലാലേട്ടന് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ അഭിനയം കൂടെ വരുമ്പോൾ നമുക്ക് ഒത്തിരി റിസ്ക് ഉണ്ടാവും അല്ലെ? ഈ സിനിമയിൽ അത് കറക്റ്റാണ്. കാരണം അത് എവിടെയും ചോദിക്കാത്തൊരു കാര്യം. ഇപ്പൊ ഞാനും സാർ അത് എവിടെയോ പറഞ്ഞു, കാരണം തനിക്ക് ഇതിനകത്ത് 10-40 ദിവസം വർക്ക് ഉള്ളതാണ്. താനപ്പോ ഇതിന്റെ കൂടെ നിൽക്കുകയും വേണം, കാരണം കോടതിയാണ്. അപ്പൊ കാര്യങ്ങൾ നമ്മൾ നോക്കണം, മൈന്യൂട്ട് ആയിട്ടുള്ള എക്സ്പ്രഷൻസ്, മൂവ്മെന്റ് ഒക്കെ നമ്മൾ നോക്കണം, ഇൻക്ലൂഡിങ് ഇവരുടെ ഡ്രസ്സൊക്കെ. ഈ ബാൻഡില്ലേ, ഈ ബാൻഡ് കോട്ടിനുള്ളിൽ കിടന്നാൽ തന്നെ നമ്മൾ ബാൻഡ് പുറത്തേക്ക് ഇടണം എന്ന് പറയും ഇവരുടെയൊക്കെ. അപ്പൊ അത് നമ്മുടെ കണ്ണിലേ അത് പോകുള്ളൂ, കാരണം ഇവരുടെ സ്ഥിരം പാറ്റേൺ അല്ല. നമ്മൾ ആ കോടതി മുറിക്കുള്ളിൽ പെട്ടെന്ന് ഒരു തെറ്റ് കണ്ടുപിടിക്കാൻ നമുക്കാ പറ്റുന്നത്. അപ്പൊ അതുകൊണ്ട് ഫുൾ ടൈം ഞാൻ അവിടെ നിൽപ്പുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇപ്പൊ സാറേ നേടോ താൻ രാവിലെ പോയി മേക്കപ്പ് ചെയ്ത് ഡ്രസ്സ് മാറിയിട്ട് നിൽക്കൂ, കാരണം നമുക്ക് ഇന്ന സീൻസ് ഉള്ളതാണ്. അപ്പൊ പക്ഷെ അത് രസകരമായിരുന്നു. സാറ് എന്നോട് ആദ്യമേ തന്നെ പറഞ്ഞു എനിക്കത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. താൻ അവിടെ പോയിരുന്ന് ഈ സ്ക്രിപ്റ്റ് റൈറ്റർ എന്നുള്ള രീതി അവിടെ ഇരിക്കുന്നു, താൻ എന്റെ കൂടെ മോണിറ്ററിന് അവിടെ ഇരിക്കുന്നു, തൊട്ടടുത്ത് പോയി അഭിനയിക്കുന്നു. അപ്പൊ പലപ്പോഴും ഞാൻ ഈ അറിയാണ്ട് ചിലപ്പോൾ സാറിന്റെ കൂടെ മോണിറ്ററിന് പുറകെ ഇരിക്കുമ്പോൾ അടുത്ത ഷോട്ട് എടുക്കുമ്പോൾ സതീഷേട്ടൻ പറയും അയ്യോ ശാന്തി എടാ പോടോ പോയി അഭിനയിക്കണോ എന്ന് പറയും. അപ്പൊ അങ്ങനെ ഒരു ട്രാൻസാക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കൊരിക്കലും അതിനകത്ത് അഭിനയിക്കുകയാണ് എന്നൊന്നും അങ്ങനെ തോന്നിയിട്ടില്ല. റിയാക്ഷൻ ഉണ്ടാകും ചില സമയങ്ങളിൽ പറയുമ്പോൾ മാത്രമാണ് ഇല്ലത്, ബാക്കിയൊക്കെ കാഷ്വലായിട്ട് ഞാനായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതെ അതെ, അങ്ങനെയാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ ക്യാരക്ടർ കൊടുത്തു, അതിനകത്തുള്ള പ്രത്യേക അഭിനയമൊന്നും അഭിനയിച്ചിട്ടില്ല. ഞാനായിട്ട് ചെയ്തു. കുറെ കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ കുറെ കമന്റുകൾ അതില് ഞാൻ ഈ റിവ്യൂസിൽ കുറെ ആൾക്കാരുടെ റിവ്യൂ, കാരണം അവർ സിനിമയെ കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞത്. അപ്പൊ ഒരിക്കലും എന്നെ പറഞ്ഞിട്ട് സിനിമ താഴ്ത്താനല്ല, അവരവരുടെ ഓണസ്റ്റ് ആയിട്ടുള്ള ഒപ്പീനിയനാ പറഞ്ഞത്. എപ്പോഴും അത് ഞാൻ എപ്പോഴും പറയുന്നത് കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ക്രിറ്റിസിസം നമ്മൾ എടുക്കണം, നമ്മളെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഞാൻ ആ രീതിയിൽ പോസിറ്റീവായിട്ട് എടുക്കുന്ന ആളാണ്. അവർ പറയുന്നതിന് മുന്നേ എനിക്ക് അറിയുന്ന കാര്യം അവരിലൂടെ പറയുന്നത്. അപ്പൊ ഞാൻ ഇന്നലെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് ഫോട്ടോസ് ഇട്ടു. അപ്പൊ അതിന് താഴെ അപ്പൊ ഞാൻ നല്ല കമന്റ്സ് എല്ലാത്തിനും ലൈക്ക് ചെയ്തു പോയി. അപ്പൊ അതിന് താഴെ ഒരാൾ പറഞ്ഞു, ഭയങ്കര ജെനുവിൻ ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് ചേച്ചി, ഞാൻ പറയുന്നുണ്ട് ഒരു വിഷമം തോന്നില്ലേ ചേച്ചി, നല്ല രീതിയിൽ ചേച്ചി നല്ല റൈറ്ററാണ് ചേച്ചി, ഇനി സിനിമകൾ എഴുതണം, പക്ഷെ ദൈവത്തോർത്ത് ചേച്ചി അഭിനയിക്കരുത്. എനിക്കത് കണ്ടിട്ട് എനിക്ക് ഭയങ്കര ജെനുവിൻ ആയിട്ടാണ്. കാരണം എന്റെ വീട്ടിൽ എന്റെ ആങ്ങളെ പറയുന്നതാ. അതുപോലെ എനിക്ക് തോന്നിയത്. ഞാൻ അതിൽ കമന്റ് ഇട്ടു. അപ്പൊ അതിന്റെ താഴെ ആൾക്കാർ ചേച്ചി തളരരുത്, ചേച്ചി ഇനിയും ചെയ്യണം, ചെയ്ത് പഠിക്കണം, പണ്ട് ലാലേട്ടൻ സിനിമയിൽ വരുമ്പോ എങ്ങനെയാ ചെയ്തത്, സോമേട്ടൻ വരുമ്പോ എങ്ങനെയാ ചെയ്തത്. അപ്പൊ ഞാൻ സാറിനോട് ചോദിച്ചു, സാറേ ഈ സെൻസർ കഴിഞ്ഞപ്പോഴും ഇതിലും എല്ലാം ഇത് ആദ്യം തന്നെ കേട്ടോ, ഇത് സിനിമയിൽ വരുമ്പോ തന്നെ ഇനിയിപ്പോ പറയാലോ, ഇത് എടുത്തു വെച്ച് എല്ലാവർക്കും ന്യൂസ് ആയിട്ട് വരാം, അത് കുഴപ്പമില്ല, കാരണം ഉള്ള കാര്യം പറയുന്നതിന് എന്താ. ഞാൻ സാറിനോട് സാർ ഈ സിനിമയിൽ എല്ലാം നല്ല കാസ്റ്റാ സാർ, പക്ഷെ ഞാൻ ആ ക്യാരക്ടർ, അപ്പൊ ചേട്ടോ ആ ക്യാരക്ടറിന് അത്ര വലിയ റെലവൻസ് ഒന്നുമല്ല,
ആ ക്യാരക്ടർ അങ്ങനെ നടക്കുന്ന ഒരു ക്യാരക്ടർ ആയതുകൊണ്ടാണ് വിജയമോഹനെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാൻ പറ്റുന്നത്. അതേസമയം വളരെ ഫോർമലായിട്ട് ഇരിക്കുന്ന ഒരാളാണെങ്കിൽ വിജയമോഹൻ ഒരിക്കലും വരില്ല. അപ്പൊ വിജയമോഹന് ആ കുട്ടിയോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. അയാൾ കാരണം ജോലി നഷ്ടപ്പെട്ട ഒരു കുട്ടിയാ. പിന്നെ ഒരാൾ റാൻഡമായിട്ട് വന്ന് ചോദിക്കുമ്പോൾ ഡോക്യുമെന്റ് എടുത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ എത്ര റാപ്പാണ്. ആ ക്യാരക്ടർ ആദ്യം ഇപ്പൊ ചെയ്യുന്ന അതിന്റെ പണിയുണ്ട്. അതിങ്ങനെ ഓടി നടന്ന് ചെയ്യുന്നു. ലിറ്ററലി എന്റെ ഒരു ക്യാരക്ടറാണത്. അപ്പൊ സാറിന് താനായിട്ടാ ചെയ്യേണ്ടത്. ആ രീതിയിൽ എനിക്കത് വേണ്ടെന്ന് പറഞ്ഞു. കാഷ്വൽ ആയിട്ട് എന്താണ് ചെയ്യുന്നത്. അപ്പൊ ഇന്ന് ലാലേട്ടനെ കണ്ടപ്പോഴും ചോദിച്ചു, ഈ വിജയമോഹനോട് ഈ കുട്ടി മാത്രം എന്തെങ്ങനെ പെരുമാറുന്നേ? ആ സിനിമയിൽ ബാക്കി എല്ലാവരും ഇങ്ങനെ എന്നോട്. ഞാൻ പറഞ്ഞു, വിജയമോഹന്റെ വക്കീലന്മാരുടെ ഇടയിൽ എപ്പോഴും ചോദിക്കാണ്ടും പറയാണ്ടും ഞാൻ കയറി നടക്കാം. അങ്ങനെയുള്ള ക്യാരക്ടറാണ് ആഹാന എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഒരിക്കലും എന്നെ ഇപ്പൊ വിമർശിക്കുന്നു, അവര് സത്യമല്ലേ പറയുന്നത്. നമ്മളൊരു സത്യം പറയുമ്പോൾ അത് നല്ല രീതിക്ക് എടുക്കേണ്ട. എപ്പോഴും ഞാനും അതെ. ഇപ്പൊ എന്റെ വക്കീൽ കാര്യത്തിൽ ഒരു കേസ് ചെയ്തു. വക്കീലെ അത് അങ്ങനെ നോക്കായിരുന്നു എന്ന് പറഞ്ഞാൽ നാളെ ഒരു കേസിന് ഞാനത് അതുപോലെ ഹോംവർക്ക് ചെയ്യും. എനിക്കൊരു ഉത്തരവാദിത്വമാണ്. ഡെഫിനറ്റ്ലി എനിക്ക് അതിന്റെ ഉത്തരവാദിത്വം ഞാൻ എടുക്കുകയാണ്. ഞാനൊരു ബെറ്റർ ആളാകണം, ബെറ്റർ ആക്ടർ ആകണം, റൈറ്ററും ബെറ്റർ ആക്കണം. പല ഏരിയയിലും ഇപ്പൊ കാണുമ്പോഴത്തേക്കും പല രീതിയിൽ നമുക്ക് മാറ്റായിരുന്നു തോന്നുന്നു. നല്ല രീതിക്കാണ് ഞാൻ അത് എടുക്കുന്നത്. സിനിമ സ്വീകരിച്ചതിന് എനിക്ക് ഒത്തിരി നന്ദി മാത്രമേ ഉള്ളൂ. ഈ പറഞ്ഞില്ലേ ഇപ്പം പല റിവ്യൂസ് കണ്ടു എന്നൊക്കെ എന്നോട് ചോദിച്ചില്ലേ, ഈ റിവ്യൂക്കാരും ഈ മീഡിയാസും അല്ലേ ഞങ്ങളുടെ സിനിമയെ ഇത്രയും വിജയിപ്പിച്ചത് അല്ലെ. ഞങ്ങളുടെ സിനിമയെ അവര് ഇതിന്റെ ഇന്റർവ്യൂ കണ്ടിട്ട് അവരെ ഓണസ്റ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻ ജനങ്ങളിലേക്ക് കൊടുത്തിട്ടാണ് ഈ സിനിമ ആളുകൾ കണ്ടതും ഇത് വിജയിപ്പിച്ചതും. സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ഓണസ്റ്റ് ആയിട്ടുള്ള ഒപ്പീനിയനാണ് കൊടുത്തത്. അതുകൊണ്ട് എന്നും സ്നേഹം മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും. ജിത്തു സാർ, ഇതിന്റെ ഇടയ്ക്ക് വലിയൊരു വിവാദം ഉണ്ടായി അല്ലേ നമ്മുടെ സിനിമയായിട്ട് ബന്ധപ്പെട്ട്. സിനിമ റിലീസിന്റെ തലേദിവസം ഒരു ദീപു ഉണ്ണി കോടതിയെ സമീപിച്ചു. അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റ് മോഷ്ടിച്ചു എന്ന് പറഞ്ഞു. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് വാർത്ത ചെയ്തു. അവരുടെ സ്ക്രിപ്റ്റിന്റെ കോടതിയിൽ കൊടുത്തതിന്റെ ഒരു ഡോക്യുമെന്റ്സ് എനിക്ക് കിട്ടി. 79 സംതിങ് പേജ് അല്ല അത് ഇവിടെ തന്നത്. ഇനി കോടതി കൊടുത്ത പരാതി ഉൾപ്പെടെ അതിൽ 19 തൊട്ടുള്ള പേജുകളിലാണ് അവർ തന്ന കഥയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ ആ കഥ പ്രഷർ റൂമിൽ എത്തിക്കുകയും ചെയ്തു. ആ കഥയുമായിട്ട് എനിക്കൊരു സാമ്യം ഈ കഥയുമായിട്ട് തോന്നിയിട്ടില്ല. ഒരിക്കലും നടക്കാത്ത സംഭവം വരെ ആ കഥയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിലെന്താണ് സത്യം? അതിലെ സത്യം എന്ന് പറയുന്നത് ഞാൻ എക്സാക്ട് ഡേറ്റ് ഓർക്കുന്നില്ല. ഒരു ദിവസം ഈ അദ്ദേഹവും ഒരു പെൺകുട്ടിയും കൂടെ എൻ്റെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ, എനിക്കാണ് അതിന് മുമ്പ് ഫോണിൽ വിളിച്ചായിരുന്നു തോന്നുന്നു. ഇങ്ങനെ ഒരു അപ്പോയിന്റ്മെന്റ് എടുത്തു വന്നു, ഇങ്ങനെ ഒരു ഇതാണ് റിയൽ സ്റ്റോറിയാണ്, ഭയങ്കര ഇതാണെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി വന്ന് പുള്ളിയുടെ ഒരു കഥ പറഞ്ഞു. പുള്ളിയുടെ റിയൽ ഇതില്ല, പുള്ളിയുടെ ലൈഫിൽ മാരീഡ് ആയിരുന്നു. അത് കഴിഞ്ഞ് ലൈഫിൽ ഒരു ഭയങ്കര സെറ്റ് ബാക്ക് ഉണ്ടായി, ഒരു സ്ട്രോക്ക് കണ്ടുവന്ന്. അങ്ങനെ ഞാൻ എക്സാക്ട്ലി ഓർക്കുന്നില്ല. എന്തായാലും പുള്ളിക്ക് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി. പുള്ളിയുടെ ജോലി പോയി, അത് കഴിഞ്ഞ് തിരിച്ചു വന്നു. പിന്നെ വൈഫ് അങ്ങനെ എന്തോ ഒരു സെപ്പറേഷന്റെ ഒരു സംഭവമൊക്കെ വന്നു. പിന്നെ ഒരു കുട്ടിയുണ്ട്, ആ കുട്ടീനെ കണ്ടെത്തണം, അങ്ങനെയൊക്കെ. ആ കുട്ടി ഇപ്പം അമ്മയുടെ കൂടെ ഇല്ല, അങ്ങനെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറഞ്ഞു. അപ്പം അദ്ദേഹം പറഞ്ഞു വെച്ചാൽ ഞാൻ വേണേൽ പ്രൊഡ്യൂസും ചെയ്യാം, അല്ലെങ്കിൽ വേറൊരാൾ പ്രൊഡ്യൂസ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. അദ്ദേഹം എനിക്ക് വേണ്ടത് എന്നെ എന്നിട്ട് ആ പ്രൊഡ്യൂസറും വിളിച്ച് സംസാരിച്ചായിരുന്നു. നമ്മുടെ ഒത്തിരി സിനിമകളൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്, തൃശ്ശൂരുള്ള. ഞാൻ മറന്നുപോയി. അത് ഞാൻ പുള്ളിയായിട്ടും സംസാരിച്ചു. അപ്പം സത്യം പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സങ്കടം തോന്നി എന്നാ അദ്ദേഹത്തിന്റെ അവസ്ഥ കണ്ടപ്പോൾ. എന്നിട്ട് എന്റെ ഭാര്യയോട് ഞാൻ പറഞ്ഞു, പുള്ളിക്ക് ചായയും ഇതൊക്കെ കൊടുത്തു, ഇതെല്ലാം ഇത് ചെയ്യുന്നു. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിനകത്ത് കുറച്ച് ലീഗൽ, അപ്പൊ കുറച്ച് കേസൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ എന്റെ കുറച്ച് ലീഗൽ ഡോക്യുമെന്റ്സ് ഒക്കെ എന്നെ കാണിച്ചു. അപ്പൊ ആ ലീഗൽ ഡോക്യുമെന്റ്സ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ച് വല്ല വായിച്ചാൽ മനസ്സിലാവും. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ ആ സമയത്ത് ശാന്തിനെ ഞാൻ പരിചയപ്പെട്ടു, അറിയാം. അപ്പൊ ഞാൻ ശാന്തിയോട് പറഞ്ഞു, ശാന്തി ഇങ്ങനെ ഒരു കഥ വന്ന ഒരാൾ വന്നൊരു സംഭവം പറഞ്ഞു, ഒരു കഥ വേണം, അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്യണം കഥ. അപ്പൊ പുള്ളി ഞാൻ പറഞ്ഞു, നമുക്കൊന്ന് മീറ്റ് ചെയ്യണം എനിക്ക് വേണ്ടിയിട്ട്. അപ്പൊ പുള്ളി നല്ല തിരക്കിട്ട് ഓടുകയാണ്. പുള്ളി ഒരു ദിവസം വൈകുന്നേരം ഇരിക്കാം, പുള്ളി കോടതി കഴിഞ്ഞിട്ടിരിക്കാന്ന് പറഞ്ഞു. അപ്പൊ ശാന്തിയുടെ വീട് മാരിയറ്റിനടുത്ത് എവിടെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ മാരിയറ്റിൽ തന്നെ കാണാന്ന് പറഞ്ഞു. ഞാൻ അവരോട് അവിടെ വരാൻ പറഞ്ഞു. അവിടെ വന്നിരുന്നു, ശാന്തി ആയിട്ടിരുന്നു. ഈ കഥയുടെ ഒരു ബേസിക് ഇത് അന്നേരം പറഞ്ഞു. ഇല്ല അങ്ങനെയല്ല, അത് സാർ എന്നോട് ഫോണിൽ കൂടെ പറഞ്ഞു. കഥ ഞാൻ പറഞ്ഞു. എന്നിട്ട് ഈ ഡോക്യുമെന്റ്സ്, അപ്പൊ ഡോക്യുമെന്റ്സ് ഇത് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ മാരിയറ്റ് വെച്ചിട്ട് ഈ ഡോക്യുമെന്റ്സ് എല്ലാം കാണിച്ചപ്പോൾ ശാന്തി പറഞ്ഞ് കുറച്ച് ഡോക്യുമെന്റ്സിന്റെ കാര്യം ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, അല്ല അത് എന്റെ ഇപ്പൊ കയ്യിലില്ല, ഞാൻ പിന്നെ അത് കൊണ്ടുവരാം, അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇവരിതെല്ലാം പറഞ്ഞു 1 മണിക്കൂർ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ടാവും അല്ലെ, ഒരു മണിക്കൂർ. അത് കഴിഞ്ഞ് അവര് പോയപ്പോൾ ശാന്തി പറഞ്ഞു, പുള്ളി പറഞ്ഞതും കാണിച്ച ഡോക്യുമെന്റ്സും തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ, ഇത് എന്തോ എനിക്ക് അത്ര ഇതായിട്ട് തോന്നില്ല എന്ന്. ഞാൻ പറഞ്ഞു ശരി, നമുക്ക് നോക്കാം, അവർ കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് ഫോണിൽ കൂടെ വിളിക്കുമ്പോൾ ഈ ഡോക്യുമെന്റിന്റെ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം പുള്ളി ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നുകൊണ്ട് അത് തരുന്നില്ല, ഇങ്ങനെ. അപ്പൊ എനിക്ക് എന്തോ സസ്പീഷ്യസ് ആയിട്ട് തോന്നി. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിനകത്ത് എന്തോ ഒരു ശരിയല്ലായ്മയുണ്ട്. പിന്നെ ഞാനത് എന്റർടൈൻ ചെയ്തില്ല. പിന്നെ പുള്ളി വിളിച്ചോണ്ടിരുന്നു. അപ്പൊ ഞാൻ നമ്പർ അങ്ങ് ബ്ലോക്ക് ചെയ്തു. പിന്നെ എനിക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല. കാരണം ആദ്യം ഒരു ഭയങ്കര ജെന്യുവൻ ആയിട്ട് തോന്നിയിട്ട് അത് മാറി. അത് കഴിഞ്ഞിട്ട്
ഒരു സുപ്രഭാതത്തില് ഈ റിലീസിന് 2 ദിവസം മുമ്പാണ്. ആദ്യം പേര് കണ്ടപ്പോൾ പോലും എനിക്ക് മനസ്സിലായില്ല. പിന്നീട് ഫോട്ടോ വന്നു. അപ്പോഴാണ് അതിനകത്ത് 2 കാര്യം അതിനകത്ത് ചെയ്തേക്കുന്നത്. അന്ന് മാരിയേറ്റ് വെച്ചിട്ട് ഞങ്ങളുടെ നിന്നൊരു ഫോട്ടോ എടുത്തോട്ടെ. അല്ല, അത് ഫോട്ടോ ഉണ്ട്, ഞങ്ങൾ 3 രൂപ എടുത്തു. അത് കഴിഞ്ഞിട്ട് ശാന്തി അവിടെ ഇരുന്നുകൊണ്ട് മാരിയേറ്റ് നിന്ന് നോക്കുന്നില്ല. എന്താ നോക്കുന്നത്? അതേ പറഞ്ഞ നോക്കുന്ന ഫോട്ടോയും ഉണ്ട്. ആ ഫോട്ടോ നോക്കുമ്പോ ഇപ്പൊ അവരത് പ്രൊജക്ട് ചെയ്തിരിക്കുന്ന സ്ക്രിപ്റ്റ് വായിക്കുന്ന പോലെയാണ്. അത് ശരിക്കും അത് നോക്കിയാൽ അതിനകത്ത് കാണാം, അത് ലീഗൽ ഡോക്യുമെന്റ്സ്. അത് മാത്രമല്ല, ഇയാള് കോടതിയിൽ കൊടുത്തിരിക്കുന്ന 49 പേജുള്ള അയാളുടെ സ്ക്രിപ്റ്റ് എന്നും പറഞ്ഞിട്ട് ഒരു 49 പേജുള്ള കണ്ടന്റ് ഔട്ട് ചെയ്യുന്ന ഡയലോഗ്സ് ഉൾപ്പെടെ. ഇപ്പൊ അതുകൊണ്ടുള്ള പ്രശ്നം എന്താണെന്നറിയോ? ഇനിയിപ്പോ കഥയും പറഞ്ഞ് നമുക്ക് ആരെയും വിളിക്കാൻ പറ്റത്തില്ല. എന്തോരം ചെറുപ്പക്കാർ കഥയായിട്ട് വരുന്നു. ഇനി അവരെങ്ങനെ ഞാൻ വിശ്വസിച്ചെന്റെ വീട്ടിൽ കയറ്റിയിരുത്തും? മനസ്സിലായോ? അതുകൊണ്ട് ഇത് ഇങ്ങനത്തെ ഇപ്പൊ പല സിനിമാക്കാരും പേടിയതാണ്. കഥ പറയാനാന്ന് പറഞ്ഞ് വന്ന് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനം എവിടെയെങ്കിലും ഒക്കെ അതുപോലെ വേറെ ഇൻസിഡന്റ് ഉണ്ടായിട്ട് ചിലർ വന്ന് കഥ പറയാൻ തുടങ്ങുമ്പോൾ എവിടെയെങ്കിലും ഒരു പോർഷൻ നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സിനിമയിലുണ്ടെങ്കിൽ ഞാൻ അപ്പം പറയും നിർത്തുന്നു പറയും. ഞാൻ 1-2 സംഭവം ഉണ്ടായിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് ഇവിടെ വെച്ച് നിർത്താം, കാരണം ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പറഞ്ഞ ഒരു ഏരിയ, ഫുൾ കഥയല്ല, ഒരു ഏരിയയിൽ ഇങ്ങനെയുണ്ട്, പിന്നെ നാളെ നിങ്ങൾ പറയരുത് ഇത് കണ്ടിട്ടാണ് എന്ന് പറയരുത് എന്ന് പറഞ്ഞു. അപ്പം ഇതുകൊണ്ട് ഇങ്ങനെയൊക്കെ എന്നിട്ട് കേസുമായിട്ട് വന്നു. ഒന്നാമത് ലാസ്റ്റ് മിനിറ്റ് കേസ് കൊണ്ടുവരുമ്പോൾ തന്നെ കാര്യം മനസ്സിലാവുമല്ലോ. എത്രയോ തവണ ഇപ്പൊ ഈയിടെ എൻ്റെ ഒരു അസോസിയേറ്റ് ഒരു സിനിമ ചെയ്തപ്പം ഞാനത് ഇത് പറഞ്ഞു. ഒരു പയ്യൻ എന്നെ വിളിച്ച ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ അനൗൺസ് ചെയ്തു, ഒരു റെയിൽവേ ട്രാക്കിൻ്റെ ഇതൊക്കെ ആയിട്ട്. ഉടനെ ഒരു പയ്യൻ എൻ്റെ നമ്പർ തപ്പി പിടിച്ചിട്ട് പറഞ്ഞു, സാറേ ഞങ്ങളൊരു കഥ വർക്ക് ചെയ്യുന്നുണ്ട്, മനസ്സിലായിട്ടിടത്തോളം ഇതേണ്ട ഒരേ കഥയാന്ന് തോന്നുന്നു സാറേ, ഇത് ഒന്ന് അവർ ടെൻഷനായി അവർ വർക്ക് ചെയ്യുക. അപ്പം തന്നെ ഞാൻ അവരോട് ചോദിച്ചു നിങ്ങളുടെ കഥ എന്താണ് അപ്പം ഞാൻ പറഞ്ഞു ആ പുള്ളിക്കാരൻ്റെ കഥ ഇങ്ങനെയാണ് നിങ്ങൾ വിചാരിക്കുന്ന ടെൻഷൻ അടിക്കേണ്ട. ഓക്കെ, കാരണം അത് ജെനുവിൻ കേസായിരുന്നു. മനസ്സിലായി, ഒരേപോലെ ചിന്തിക്കാമല്ലോ. ഇത് ജെനുവിൻ ആയിരുന്നെങ്കിൽ പുള്ളിക്ക് എന്നെ കോൺടാക്ട് ചെയ്യാമല്ലോ, എൻ്റെ വീടറിയാം. എന്നിട്ട് സാറേ നിങ്ങൾ എൻ്റെ ഒരു പടം ചെയ്യാൻ പോകുന്നു, ഇനി അതെങ്ങാനും ആണോ, നമ്മൾ അപ്പോഴവിടെ ക്ലാരിഫൈ ചെയ്ത് പിടിക്കുകയല്ലേ. അപ്പൊ ഉദ്ദേശം വേറെയാണ്. ഇതിന്റെ ബേസിക് കാര്യം എന്നാണെന്നറിയോ? ഒരു സിനിമ വന്ന് അതിന്റെ റിലീസ് സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഡ്യൂസർ പാനിക്കാവും, എന്ത് പണം കൊടുക്കാനും തയ്യാറാവും. കാരണം ചിലപ്പോൾ 10-30 ലക്ഷം രൂപ നഷ്ടം വരും. അപ്പൊ അയാൾ വന്നിട്ട് പറയാം ഒരു 10 ലക്ഷം രൂപ ഞാൻ സെല് ചെയ്തേക്കുന്ന പ്രൊഡ്യൂസർ പോയി, എന്നാലും 20 ലക്ഷം രൂപ ലാഭം എന്ന് കരുതും. പക്ഷെ ഇനി ആ പരിപാടിയില്ല, ഞങ്ങൾ അങ്ങനെ കരുതത്തില്ല. ആ നഷ്ടം വരുവാ, ആന്റണി ഏതാ പറഞ്ഞത്, നഷ്ടം വരുവാനോ വന്നോട്ടെ, നമ്മൾ തിരിച്ച് ഫൈറ്റ് ചെയ്യും. കാരണം എന്തിനാ ഇല്ലാത്ത കാര്യം നമ്മൾ അംഗീകരിക്കേണ്ട കാര്യമൊന്നും. ഇത്രയും ഒരു സമൂഹത്തിൽ മൊത്തം ചർച്ച ചെയ്തു, മീഡിയാസ് എല്ലാം എടുത്തു, പത്രങ്ങളിലൊക്കെ ജനറൽ വാർത്ത, അത് നമുക്കും ഭയങ്കരമായിട്ട് നാണക്കേടുണ്ടായിരുന്നു, നമ്മൾ ഡാമേജ് ഉണ്ടായിരുന്നു. നമ്മളൊരു കേസുമായിട്ട് മുന്നോട്ട് പോകും. നമ്മളിപ്പോ നമ്മൾ അങ്ങനെയൊന്നും ചിന്തിച്ചില്ല. കാരണം എന്താണെന്നറിയോ, ഇത് ആദ്യമായിട്ടൊന്നും അല്ല, ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ മനസാക്ഷിക്ക് നമ്മൾ ചെയ്യുന്നത് ശരിയാണെന്ന് പറയുകയാണെങ്കിൽ അതുകൊണ്ടല്ലേ അവർക്ക് ഹൈക്കോടതി എന്നതിന്റെ കാര്യം മനസ്സിലായി. അവർക്ക് ഹൈക്കോടതി അതെന്തെങ്കിലും ഹൈക്കോടതിയിൽ ക്ലോസ് ചെയ്തു. കാരണം അതാ ഞാൻ പറഞ്ഞത്, ഏതൊരു വക്കീലിന്റെ അടുത്ത് പോയാലും ശരിയായ ഉദ്ദേശത്തിൽ ശരിയായ ഒരു വക്കീലിന്റെ അടുത്ത് പോയിരുന്നെങ്കിൽ ഒരിക്കലും ഇത് ആർട്ടിക്കിൾ 226 ഹൈക്കോടതിയിൽ വരേണ്ട വിഷയമല്ല. ഇത് കോപ്പിറൈറ്റ് ആണ്, അത് സ്യൂട്ടാണ് അതിന്റെ പ്രോപ്പർ റെമഡി. അത് ലോവർ കോർട്ടിൽ പോയിട്ട് സ്യൂട്ട് ഫയൽ ചെയ്യണം. അപ്പൊ ഇത് അറിഞ്ഞൂടാത്തോണ്ടല്ലോ വന്നത്. ഈ പറയുന്ന സോക്കോൾഡ് വക്കീലിനും ഇത് അറിയാണ്ടിരിക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർക്കൊക്കെ സാമാന്യം വിവരമുണ്ടെങ്കിൽ അറിയുന്ന കാര്യമാണ്. ഇതൊരു പബ്ലിസിറ്റി, പിന്നെ അവർക്കൊരു പബ്ലിസിറ്റി ആയിരിക്കും, പല കാരണങ്ങളായിരിക്കാം. ഹൈക്കോടതി വന്നു, ഹൈക്കോടതി അത് 3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഹൈക്കോടതി പറഞ്ഞു നിങ്ങൾക്ക് സിനിമ കണ്ടിട്ടും ഇനിയും, കാരണം ഹൈക്കോടതിയിൽ ഇരിക്കല്ലേ സ്ക്രിപ്റ്റ്, ഇത് എല്ലാവർക്കും അവൈലബിൾ ആണ്. ഇനി നിങ്ങളുടെ സ്ക്രിപ്റ്റ് ഇവിടെ നിങ്ങൾക്ക് ഇനിയും നിങ്ങളുടെ ആയിട്ട് റിസംബ്ലൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രോപ്പർ റെമഡി എടുത്തോന്ന് പറഞ്ഞിട്ട് അവർക്ക് ലോവർ കോർട്ടിൽ പോകാം. ജെനുവിൻ ആയിട്ടുള്ള ഒരു കംപ്ലൈന്റ് ആണെങ്കിൽ അവർ പോട്ടെ, അവർ സ്യൂട്ട് ഫയൽ ചെയ്യട്ടെ. സ്യൂട്ട് അങ്ങനെ ചുമ്മാ ഫയൽ ചെയ്യാൻ പറ്റില്ലല്ലോ. ശാന്തിക്ക് വിരോധികളുണ്ടോ കോടതിയിൽ? ഇല്ല, എനിക്ക് നിങ്ങളുടെ കൂടെ എന്റെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരിൽ എനിക്ക് വിരോധികളില്ല. ജോലി ചെയ്യാത്തവരുണ്ടോന്ന് എനിക്കറിയില്ല. ശാന്തിക്കെതിരെ ഇതിന്റെ ഇടയിൽ ഒരു അഡ്വക്കേറ്റ് സ്ത്രീ മോശമായ രീതിയിലൊരു ഞാൻ കേട്ടു, സംഗീത ലക്ഷ്മണനാണെന്നോ, എനിക്ക് അവരുടെ അറിയില്ല. ഭയങ്കരമായിട്ട് മോശമായ രീതിയിൽ, വളരെ മോശമായ നിലയിലാണ്. ഞാനെല്ലാം ആ കുറിപ്പ് വായിച്ചാണ്. അത് ബാർ അസോസിയേഷന്റെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നുള്ള വാർത്ത, ബാർ കൗൺസിൽ അതുമായിട്ട് മുന്നോട്ട് പോകുന്ന കാര്യങ്ങൾ, അതൊക്കെ എന്താണെന്ന് പിന്നീട് ചിന്തിച്ചോ? പുള്ളിയുടെ ഒരു ക്യാരക്ടർ എന്താ, ഞാനും ചോദിച്ചു ഇത് ഞങ്ങളത് കണ്ടിട്ട് പോലുമില്ല, അവർ അറിയത്ത് പോലുമില്ല. അപ്പൊ ഞാൻ ചോദിച്ചു അല്ലെ എന്നിട്ട് പുള്ളിക്കാരത്തെ ഇരുമ്പ് പലരെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് പുള്ളിയുടെ ഞാനൊന്നും എന്നെ ഒന്നും അഫക്ട് ചെയ്യുന്നില്ല, ഞാൻ എന്നെ കുറിച്ച് ലീസ് ബോധേഡ്, ഞാൻ എന്റെ ലൈഫുമായിട്ട് മുന്നോട്ട് പോകുന്നു എന്ന് പറഞ്ഞു പുള്ളി. അതിനെ ഷീസ് നോട്ട് ഈവൻ ബോധേഡ്. പക്ഷേ പുള്ളി അത് മൈൻഡ് അല്ല. ഞാൻ ചോദിക്കട്ടെ, നമ്മളെ കുറിച്ച് ഹൈദറിനെ കുറിച്ച്
പലർക്കും അഭിപ്രായ വ്യത്യാസമുണ്ട്. ഒത്തിരി എഴുതുന്നുണ്ട്. ചിലര് ഉള്ളിൽ വെക്കും, ചിലർ അത് വേറെ രീതിയിൽ പ്രകടിപ്പിക്കും, ചിലർ വേറെ പല കളികൾ കളിക്കും, ചിലർ ഓപ്പൺ ആയിട്ട് എഴുതും. നമ്മൾ ഇതിനൊക്കെ മറുപടി പറയാൻ പോയാൽ നമ്മൾ ഈ പറഞ്ഞ ആ നെഗറ്റീവ് തോട്ട്സ് എടുത്ത് തലേ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതിനെ സമയം കാണുള്ളൂ. നമ്മളിത് ഇങ്ങനെ അങ്ങ് പോകും, സൈഡിൽ കൂടെ ഇങ്ങനെ പലതും ഉണ്ടാവും, അത് ആ സൈഡിൽ കൂടെ പോയിക്കൊണ്ടേയിരിക്കും. നമ്മൾ അഫക്റ്റഡ് ആകാതെ ബേസിക്കലി അവർ ഉദ്ദേശിക്കുന്നത് എന്നറിയോ, നമ്മൾ ഇതിനെ നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. നമ്മൾ ഫോക്കസ്ഡ് ആണ് നമ്മുടെ ലൈഫിൽ, നമ്മൾ പോകും, അത് സൈഡിൽ കൂടെ ഇങ്ങനെ തട്ടിത്തെറിച്ചങ്ങ് പൊക്കോളും. നേരിലെ സാറെ കണ്ടില്ലേ? സാറ എന്താ ചെയ്തത്? സാറ ഡിസ്ട്രാക്റ്റഡ് ആയിട്ടില്ല. സാറ എത്രയോ തരണം ചെയ്തിട്ട് കമ്പോസ്ഡ് ആയിട്ടിരുന്ന സാറയുടെ നേരിട്ട് വന്ന് ഭീഷണിപ്പെടുത്തി. അല്ലേ, അതിനകത്ത് സീനുണ്ട്, നേരിട്ട് വന്ന് ഭീഷണിപ്പെടുത്തി. അപ്പൊ ആ സാറയെ പോർട്രേ ചെയ്യുന്ന ക്യാരക്ടറൈസേഷൻ എന്ന് പറയുമ്പോൾ എന്റെ മനസ്സിൽ തന്നെയല്ലേ. അപ്പൊ എന്റെ മുന്നിൽ എന്നെ ആരെങ്കിലും വന്നിരുന്ന മുന്നിൽ എന്തെങ്കിലും പറഞ്ഞാൽ പോലും ഞാൻ ചിരിക്കുന്ന ഒരാളാണ്. കാരണം എന്നെ അത് അഫക്ട് ചെയ്യുന്നില്ല. ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് ദൈവമാണ് ഓരോരുത്തരും ഓരോ സാഹചര്യത്തിലാക്കുന്നത്. അങ്ങനെ ഒരു മോശം സാഹചര്യം ഒരാൾക്ക് ഉണ്ടാവുന്നതുകൊണ്ടാണ്. നമ്മൾ പറയാറില്ലേ, സാഹചര്യം മനുഷ്യനെ ക്രിമിനൽ ആക്കുന്നു. ക്രിമിനൽ മാത്രമല്ല, വളരെ മോശമായിട്ടായിട്ട് ഇവരുടെ ചിന്തകൾ, അതവരുടെ സാഹചര്യമാണ്. ഒരു വ്യക്തി എന്നെ ഈ സാഹചര്യത്തിൽ ജനിപ്പിച്ചതും വളർത്തിയതും എന്നെ ഇങ്ങനെ ആക്കിയതും അതേ ദൈവം തന്നെയാണ് വേറെ മറ്റൊരാളെ ആ മോശം സാഹചര്യത്തിലാക്കുന്നത്. അപ്പൊ ആ സാഹചര്യം ആർക്കും ഉണ്ടാകരുതെന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. സാഹചര്യങ്ങൾ എല്ലാവരുടെയും നന്നായിരുന്നു കഴിഞ്ഞാൽ ആരും മോശക്കാരൊന്നും ആകില്ല. ഈ ബാർ കൗൺസിൽ നേരിട്ടാണോ അതിൽ ഇടപെട്ട? പരാതിയുടെ അടിസ്ഥാനത്തിൽ ഞാൻ അതിന്റെ പുറകെ പോയില്ല. കാരണം എനിക്ക് സിനിമയുടെ നമ്മൾ എത്രയോ വർഷം, നമ്മൾ 2-2.5 വർഷം ഞാൻ ചോദിച്ച സ്വാഭാവികമായിട്ട് നേരിട്ടും ചെയ്യാമല്ലോ. ചെയ്യാൻ പറ്റും. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാനിത് ആരൊക്കെയോ പറഞ്ഞറിഞ്ഞത്. ഞാൻ വളരെ ഏറ്റവും വലിയ കാര്യം, എന്നെ വളരെ അടുത്തറിയുന്ന ആൾക്കാരോ എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരോ ഒന്നും എനിക്ക് അറിഞ്ഞൂടാത്ത ആൾക്കാർ ആരും എന്നോട് ഇത് പറഞ്ഞില്ല. അവിടെയാണ്. പക്ഷെ ചില ആൾക്കാർ എനിക്കിത് അയച്ചു തന്നു, സ്ക്രീൻഷോട്ടൊക്കെ, ഞാൻ വായിക്കട്ടെ എന്ന് പറഞ്ഞു. ഞാനപ്പോ അത് ആലോചിച്ചു, എത്രയോ നല്ല റിവ്യൂസും എത്ര ഇന്റർവ്യൂസും നമ്മൾ കൊടുത്തേക്കണേ. ഇതൊന്നും അയച്ചു തരാത്ത ആൾക്കാര് എന്തോ ഒരു മോശം സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ ലിങ്ക് ഓപ്പൺ പോലും ചെയ്യണ്ട, വായിച്ചോ നേരിട്ടെന്ന് പറഞ്ഞ് നമ്മൾ ഗ്ലാൻസ് ഇങ്ങനെ നോക്കില്ലേ. ഞാൻ നോർമലി ഇങ്ങനെ ഒരു മോശമാണെങ്കിൽ ഞാനത് വായിക്കില്ല. അപ്പൊ എനിക്ക് മനസ്സിലായത് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന്. ഞാൻ ഇവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഇതിങ്ങനെ അയക്കണേ? നല്ല കാര്യങ്ങളല്ലേ, അത് വിട്ടേക്കോ, കുഴപ്പമില്ല. കുറെ ആൾക്കാർ പരാതി കൊടുക്കണം, അങ്ങനെ ഇങ്ങനെ, അത് സ്നേഹം കൊണ്ടുമാണ്, അല്ലാണ്ടൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ പെട്ടെന്ന് ചിന്തിച്ചത്, എന്റെ പ്യുവർ ഒരു ഹാർഡ് വർക്കാണ്. എന്റെ സ്ട്രഗിൾ സഹിച്ചത് മൊത്തം എന്റെ കുടുംബമാണ്, എന്റെ ഫാമിലി, എന്റെ ഹസ്ബൻഡും എന്റെ കുഞ്ഞും എന്റെ അമ്മയും, ഇവിടുത്തെ ഹസ്ബൻഡിന്റെ അമ്മയാണ് എന്നെ മൊത്തം എന്റെ സ്ട്രഗിളിൽ എന്റെ കൂടെ നിന്നത്. സാറിന്റെ ഫാമിലി, ഇത്രയും പേര് ഹാർഡ് വർക്കിന്റെ ഫലം കാണാൻ പോകുന്ന സമയങ്ങളിൽ നമ്മൾ നമ്മുടെ കരഞ്ഞതും ഉറക്കൊഴിഞ്ഞിരുന്ന രാത്രികളെയും കുറിച്ച് ചർച്ച ചെയ്യേണ്ട സമയത്ത് ഇങ്ങനെ ഒരു കാര്യത്തല്ല. കാരണം അവരാരും ഇതിനു വേണ്ടി ഒന്നും ഹാർഡ് വർക്ക് ചെയ്തിട്ടില്ല, അല്ലെ? എന്റെ ജീവിതം ഞാൻ ഹാർഡ് വർക്ക് ചെയ്ത് ഉണ്ടാക്കിയെടുത്ത് ഇതിൽ ഒരു കോൺട്രിബ്യൂഷനും ചെയ്യാത്ത ഒരാളുടെ പേര് വലിച്ചഴിക്കേണ്ട കാര്യമുണ്ടോ? അപ്പൊ ഞാൻ ചിന്തിച്ച അങ്ങനെയുണ്ട്. ഞാൻ ഇതിനെ പറ്റി തിരക്കിയതുമില്ല, പറഞ്ഞതുമില്ല. അപ്പൊ ഞാൻ പിന്നെയാണ് അറിഞ്ഞത്, ബാർ കൗൺസിലിൽ നിന്ന് ഇങ്ങനെ ആരോ എനിക്ക് അയച്ചു തന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ എന്റെ പറയാണ്ടിരിക്കാൻ വയ്യ, ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനമാണ് എന്റെ ഹൈക്കോടതി എന്ന് പറയുന്നത്. എനിക്ക് സങ്കടമാകുമെന്ന് വിചാരിച്ചാൽ എന്തോരം ആളുകളാണ് എന്നെ വിളിക്കുന്നതും. അത് സാന്ത്വനമാണ്, അതെനിക്ക് മനസ്സിലാകും. ആ മനസ്സുകളല്ലേ ഞാൻ കാണേണ്ടത്, അല്ലെ? 1000 പേരിൽ ഒരാൾ എന്തോ പറയുന്നു, അല്ലെങ്കിൽ 2 പേര് പറയുന്നു എന്ന് വെച്ചിട്ട് ബാക്കിയുള്ള ആളുകൾ എനിക്ക് അറിയുന്നതും അറിഞ്ഞൂടാത്തതുമായിട്ടുള്ള എന്റെ സുഹൃത്തുക്കള്, ഞങ്ങളൊക്കെ തമ്മിൽ അങ്ങനെ സ്ഥിരം കാണുന്നതോ ചായ കുടിക്കുന്നൊന്നും അല്ല. ഇതിനകത്ത് വർക്ക് ചെയ്യുന്ന കുട്ടികളുണ്ട്, അല്ലാണ്ടുള്ള പെൺകുട്ടികളുണ്ട്. അവരോട് ആരോടും ഞാൻ പോയി എപ്പോഴും ചിരിച്ചു കളിച്ച് വർത്താനം പറഞ്ഞിട്ടല്ല. ഐതറിപ്പോ നാളെ ഞാൻ റോഡിൽ വെച്ച് കാണുവാണെന്ന് വിചാരിച്ചോ, ഐതറിപ്പോ എന്നെ കണ്ടില്ല, ഞാൻ ഐതറ എന്ന് പറഞ്ഞ് ഞാൻ വിളിക്കാം, അതിന്റെ ക്യാരക്ടറാ. അതിപ്പോ ആരെ കാണിക്കാനൊന്നുമല്ല. ഇപ്പം ദൈവത്തിന്റെ അനുഗ്രഹവും വീട്ടുകാരുടെ ഞാനും ഒക്കെ ചിന്തിക്കുന്ന ഇതുണ്ട്. എനിക്ക് ഈ ലോകത്ത് ജീവിക്കാൻ ആരുടെങ്കിലും സർട്ടിഫിക്കറ്റ് വേണം? ഒരിക്കലും വേണ്ട. ഞാൻ എന്റെ മനസ്സാക്ഷിക്ക് എനിക്ക് ജീവിക്കുക. പലരും പലതും പറയും. അത് ഇപ്പൊ നമ്മൾ സിനിമയിൽ വന്നു, അല്ലെ പൊളിറ്റിക്സിലേക്ക് വന്നു, നമ്മളൊരു പബ്ലിക്കലി 10 പേര് അറിയുന്ന ആളാവുമ്പോൾ അതിന്റെ വ്യാപ്തി ചിലപ്പോൾ ആ ഡിസ്ട്രിക്റ്റോ അതിനപ്പുറത്തേക്കോ ഒരു സ്റ്റേറ്റോ ആയിട്ട് പോകും. ഇപ്പൊ നമ്മൾ ഇതൊന്നുമല്ല, സാധാരണ നാട്ടും പുറത്തൊരു കൃഷിക്കാരനാണ് ഞാൻ എന്ന് വെച്ചു. ഞാൻ ആ കൃഷിക്കാരനായിട്ട് ജീവിക്കുമ്പോൾ അവിടെയും ഈ പ്രശ്നങ്ങളുണ്ട്. അയലോക്കത്തുനിന്നും അപ്പുറത്തുനിന്നും ഒക്കെ നമ്മളെ കുറ്റം പറയുകയും ചെയ്യും. അതൊരിക്കലും ആ ഒരു വില്ലേജിന് പുറത്തേക്ക് പോകാറില്ല. ഇത്രയേ ഉള്ളൂ. ഇത് നമ്മുടെ സൊസൈറ്റിയിലുള്ള, അത് ഇന്ത്യയിൽ മാത്രമല്ല, കേരളത്തിൽ മാത്രമൊന്നുമല്ല, എല്ലായിടത്തും ഉണ്ട്. ഔട്ട്സൈഡ് ദ കൺട്രി ഇത് മനുഷ്യ സഹജമായ ഒരു കാര്യമാണ്. അത് ഓരോരുത്തർക്ക് ഒരു പരിധി, എന്താ പറയാ, ചിലത് ഉള്ളി വെക്കും, ചിലത് പിടിച്ചു നിർത്താൻ പറ്റാതെ ഇരിക്കുമ്പോൾ വേറെ പല രീതിയിലും അവർ എക്സ്പ്രസ് ചെയ്യും. അതിനെ നമുക്കൊരിക്കലും തടയാൻ പറ്റത്തില്ല. സോ അതൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഞാൻ എപ്പോഴും എൻ്റെ വൈഫും എൻ്റെ പിള്ളേരോടും പറയുന്നുണ്ട്, നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ ആരുടെ സർട്ടിഫിക്കറ്റ് ഉണ്ട്? സൈദറിന് എന്റെ സർട്ടിഫിക്കറ്റ് വേണ്ടിയിട്ടാണോ ജീവിക്കാൻ? ഇല്ല. സൈദറിന് ശരിയെന്ന് തോന്നുന്നത് സൈദറിന്റെ മനസാക്ഷി അനുസരിച്ച് ചെയ്യാം. കഴിയുന്നതും നമുക്ക് മറ്റുള്ളവരെ നമ്മൾ കാരണം വിഷമിപ്പിക്കാതിരിക്കാൻ നോക്കുക, അത്രയും ചെയ്യുക. അത്രേ ഉള്ളൂ. പിന്നെ നമ്മളാരും പെർഫെക്റ്റ് ഒന്നുമില്ല, നമ്മുടെ ഭാഗത്തുനിന്ന് ഒത്തിരി കുറ്റവും കുറവുകളും ഒക്കെ ഉണ്ടാവും.
നമ്മളങ്ങനെ ജീവിച്ചു പോവാ. അപ്പൊ പിന്നെ ഇതിനൊന്നും സമയമില്ല. അതെ. അതുകൊണ്ട് ഞങ്ങളൊന്നും ഇതിന്റെ പുറകെ ചിന്തിക്കുന്നുമില്ല, പോകുന്നുമില്ല. എങ്കിൽ ഒരൊറ്റ കാര്യം കൂടി ചോദിച്ചോട്ടെ. ഒരു നിമിഷത്തിൽ ഈ സിനിമ സ്ക്രിപ്റ്റ് ഇപ്പൊ അവിടെ പറഞ്ഞു വെച്ചാൽ ഇപ്പം ജിത്തു സാറിന്റെ മക്കൾ പറഞ്ഞൊരു കാര്യത്തിൽ ഒരു നിമിഷത്തിൽ ഈ സിനിമ കൈവിട്ടു പോകുന്നു എന്ന് തോന്നിയിരുന്നു? കാരണം എനിക്കിത് ഇങ്ങനെ ഒരു അനുഭവമില്ല. ഇവര് സാറിന്റെ എല്ലാ സ്ക്രിപ്റ്റും ഈ പറഞ്ഞ പോലെ ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് കഴിഞ്ഞാൽ 10-20 പേര് ഇരുന്ന്, കാരണം ചേച്ചി കോസ്റ്റ്യൂം ഇതാണ്, ചേച്ചി ഒരു റൈറ്ററും കൂടെയാണ്, ചേച്ചി എല്ലാം ഒരു സെൻസ് ഉണ്ട്, ജഡ്ജ്മെന്റ് ഉള്ള ഒരാളാണ് ലിൻഡ ചേച്ചി, സാറിന്റെ വൈഫ്, പിള്ളേര് രണ്ടുപേരും. അവരും ഈ സിനിമയിൽ കാത്തി സാറിന് അസിസ്റ്റ് ചെയ്യുന്നതാണ്. കിറ്റു അതേ സിനിമയിലുള്ള അവരത് കണ്ടാ വളർന്നിരിക്കണം. പിന്നെ ഈ 10-20 ADs ഉണ്ട്, റേഡിയസും ബാക്കി എല്ലാവരും അതിന് പുറത്തുള്ളവരും ഉണ്ട്. സിനിമ ലിറിസിസ്റ്റ് വിനായക് ഞങ്ങളുടെ കൂട്ടത്തിലുള്ളതാണ്. ഞങ്ങൾ പുള്ളിയും വിളിക്കും, സ്ക്രിപ്റ്റ് വായിക്കും, ജെന്യുവൻ ആയിട്ട് ഇത് പറയും. അങ്ങനെ കുറെ പേരുണ്ട്. ഇപ്പം ശാന്തിയുടെ ഹസ്ബൻഡ് ഷിജുമോനോട് ചോദിക്കും. പിന്നെ ഞങ്ങൾക്ക് ഇതുണ്ട് ബെർണാളില്ലേ ബ്ലോഗർ, ഞങ്ങൾ ഫാമിലി ഫ്രണ്ട്സ് ആണ്. ബെർണാളുടെ വൈഫ്, പിന്നെ വേറെ ഞങ്ങൾക്ക് കുറെ ഫ്രണ്ട് സർക്കിൾ ഉണ്ട്. അവരൊക്കെ എന്തിനും മുഖത്ത് നോക്കി കാര്യം പറയും. അപ്പൊ ഇവരോടൊക്കെ ഡിസ്കസ് ചെയ്യും. ഇവരെല്ലാം സ്ക്രിപ്റ്റ് ഒന്നെങ്കിൽ കഥ പറഞ്ഞു, സ്ക്രിപ്റ്റ് പറഞ്ഞു, ഇത് ചെയ്യും. അതിനകത്ത് നമുക്ക് ശരിയെന്ന് തോന്നുന്നു ഇതെടുക്കും, ചെയ്യും. ഇത് ഞാൻ ശീലിച്ചിട്ടുള്ളതാണ്. പുള്ളിക്ക് ഇത് ശീലമില്ല. സാർ എന്റെ അടുത്ത് പറഞ്ഞിടും ഫസ്റ്റ് ഡ്രാഫ്റ്റ് ആയിരുന്നു. ഞാൻ സാറേ ഡ്രാഫ്റ്റ് ആയില്ലല്ലോ, നമ്മള് ഇവിടെ അത് കുഴപ്പമില്ല, ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഇവിടെ വായിക്കുന്ന ഒരു ശീലമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു അയ്യോ എപ്പോഴാ അത് ഉച്ച കഴിഞ്ഞിട്ട്. അപ്പൊ ഞാൻ സാറിന്റെ വീട്ടിൽ പോയിരുന്ന് ഇവർക്ക് വായിക്കാൻ വേണ്ടിയുള്ള ഫൈനൽ ഒരു പോർഷനൊക്കെ ഒന്ന് എഴുതി തയ്യാറാക്കി അതിന് വായിക്കാൻ കൊടുക്കാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ലേണിംഗ് ആണ്. അപ്പൊ നമുക്ക് അറിഞ്ഞൂടാത്ത ഒരു കാര്യത്തിൽ നമ്മൾ വളരെ കൂളായിട്ട് ഇതുപോലെ ഞാനൊരു ചെയറിൽ ഇങ്ങനെ ഇരിക്കുന്നു, ഇങ്ങനെ ചുറ്റും സാറിന്റെ വീട്ടിന്റെ ഹാളിൽ എല്ലാവരും ഇരിക്കുക. അപ്പൊ സാറ് എല്ലാവരും വായിച്ചിട്ട് എല്ലാവരും വരാൻ പറഞ്ഞു. ആദ്യം നമ്മൾ ഫസ്റ്റ് ഹാഫ് കൊടുത്തു. ഒരു ഫസ്റ്റ് ഹാഫ് വായിക്കുമ്പോൾ ആ സെക്കൻഡ് ഹാഫ് വെറുതെ ഇവർക്ക് വായിക്കാൻ വേണ്ടി നമ്മൾ ഫിനിഷ് ചെയ്യില്ല. തിരിച്ചു വന്നിരുന്നു, ഓരോരുത്തരുടെ അഭിപ്രായം പറയാൻ പറഞ്ഞു. അഭിപ്രായം ഈ 10-20 അഭിപ്രായം കേട്ട് കഴിഞ്ഞിട്ടുണ്ടല്ലോ കിറ്റു ഉണ്ട്. അപ്പൊ പൊതുവായിട്ട് ഇങ്ങനെ കുറെ എല്ലാവർക്കും അങ്ങനെ തുറന്നു പറയാൻ വയ്യ. പക്ഷെ സാറിന്റെ 2 കുട്ടികൾ അവർ ഭയങ്കര ഓണസ്റ്റാ. അവരെ മറ്റൊരാൾക്ക് എന്ത് തോന്നുന്നില്ല, അവർ ഉള്ള അഭിപ്രായം പറയുന്നത്. അപ്പൊ ഇളയ ആളിങ്ങനെ പറഞ്ഞു, ഡാഡി നമ്മളിതിപ്പോ ചെയ്യണോ, നമ്മൾ അനൗൺസ് ചെയ്തും പോയി, ഐ തിങ്ക് ഇത് റീതിങ്ക് ചെയ്യേണ്ടി വരും ഡാഡി എന്ന് പറഞ്ഞു. അപ്പൊ ഉടനെ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഇരുന്നിട്ട് ആ മൊമെന്റിൽ ഞാൻ ഇങ്ങനെ സാറിനെ നോക്കി. സാർ എന്നെ നോക്കി. സാർ പറഞ്ഞാൽ എന്താ അങ്ങനെ തോന്നാൻ കാരണം? എന്നിട്ട് സാർ അവിടെ നിന്ന് പിന്നെ അപ്പൊ എനിക്ക് ആ പോയിന്റിലെ അയ്യോ പ്രശ്നമായോ എന്ന് നമുക്കറിയില്ല. നമ്മൾ ആദ്യമായിട്ടല്ലേ നമ്മളൊരു സ്ക്രിപ്റ്റ് എഴുതിയിട്ട് ഇങ്ങനെ ഒരു കേൾക്കുന്നത്. മറ്റത് ഇവിടെ കറക്ഷൻ ഉണ്ട്, അവിടെ കറക്റ്റ് ചെയ്താൽ ശരിയാകും, ഇങ്ങനെയൊക്കെയാണ്. ഇത് അടച്ചൊരു സാധനം. പക്ഷെ അത് ഏറ്റവും നന്നായി എന്ന് എനിക്ക് തോന്നി. ഭയങ്കര നന്നായി. നമുക്ക് അവിടെ നിന്ന് ആദ്യം തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ക്രിറ്റിസിസം നമുക്ക് കിട്ടുവാണ്. ഇപ്പൊ എന്റെ ഹസ്ബൻഡ് ഇത് എഴുതുന്നതൊക്കെ വർക്കാവും എനിക്ക് തോന്നുന്നില്ല. പിന്നെ സാറുണ്ട്, സാറിന്റെ പേര് ഇതാ. ഞാൻ ആഹാ ഇങ്ങനെയാണോ പറയുന്നത് ഒരാളെ? ഞാനിപ്പോ ഉള്ളതാണല്ലോ പറയുന്നത്. ഇപ്പൊ എന്റെ ആക്ടിങ് കണ്ടിട്ടൊക്കെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ആദ്യം അവിടെ ലൊക്കേഷനിൽ വന്നിട്ട് ഫസ്റ്റ് ഷോട്ടൊക്കെ കഴിഞ്ഞിട്ട് ഈ സിനിമയിൽ ഏറ്റവും മിസ്കാസ്റ്റ് നീയാ. എന്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് എനിക്ക് ക്രിറ്റിസിസം വരുന്നത്. മനസ്സിലായില്ലേ? ഇപ്പൊ കുറച്ചുകൂടി ശാന്തി എന്നുള്ളൊരു വ്യക്തി അപ്പൊ അങ്ങനെ ക്രിറ്റിസൈസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് പോയിരുന്ന് കരയുന്ന ഒരാളല്ല. ജെന്യുവൻ ആയിട്ടുള്ള ക്രിറ്റിസിസം നമ്മൾ എടുക്കും. ഇപ്പൊ ഈ മോശം പറയുന്ന ആൾക്കാരിൽ എന്തെങ്കിലും 2 പേര് നല്ലതുണ്ടെങ്കിൽ ഞാനത് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കും, അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടുള്ള അവിടുന്ന് സാറിങ്ങനെ എല്ലാവരോടും ചോദിക്കുകയാണ് എന്താ എന്റെ പ്രശ്നം. ഇപ്പൊ ഓരോരുത്തർ പറഞ്ഞു ഈ പോർഷനിൽ അങ്ങനെ ഈ 20 പേരുടെ ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ 2 ലക്ഷം ആൾക്കാരുടെ ഒപ്പീനിയൻ ആയിട്ടാണ് നമ്മൾ തോന്നുന്നത്. ഓരോ ആളുകളും ഹൈദറിന് തോന്നുന്ന ഒരു ഒപ്പീനിയൻ തന്നെ 100 പേർക്ക് തോന്നും. നിങ്ങൾക്ക് തോന്നുന്ന ഒപ്പീനിയൻ അടുത്ത് അങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് ഒരു 1000 പേരുടെ ഒപ്പീനിയൻ നമുക്ക് വീട്ടിൽ നിന്ന് കിട്ടാം. അതുമായിട്ട് കണക്ട് ചെയ്ത കാര്യം പറയാം. ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന ചില കാര്യങ്ങളുണ്ട്. ചിലർ വന്നിട്ട് പറയുന്നുണ്ട്, ചില വക്കീലന്മാരും അടക്കം എന്നോട് ഒരാൾ വിളിച്ചുമൊക്കെ പറഞ്ഞു, മെസ്സേജ് ഒക്കെ ഇട്ട് പറഞ്ഞു, ഈ കോടതിയിലെ പ്രൊസീഡിങ്സിന്റെ എല്ലാ കാര്യവും ഇങ്ങനെയൊന്നും ഇനിയും ഒത്തിരി കാര്യങ്ങളുണ്ട്, കുറെ കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ പുള്ളി ആദ്യം എഴുതിയതിനകത്ത് ഭയങ്കര എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതുന്നുണ്ട്. നമുക്കിത് 2.5 മണിക്കൂറിൽ ഒതുക്കണം. അപ്പോ അതുകൊണ്ടാണ് ഓർക്കുന്നുണ്ടോ നമ്മുടെ ഇന്റർവ്യൂവിന്റെ തുടക്കത്തിൽ പ്രൊമോഷൻ ഇന്റർവ്യൂവിൽ പറഞ്ഞു 60 or 70% പ്രൊസീജിയേഴ്സ് ഞങ്ങൾ ഫോളോ ചെയ്തിട്ടുള്ള 30 സിനിമാറ്റിക് ആയിട്ട് ഞങ്ങൾ വിട്ടു എന്ന് പറഞ്ഞു. അതാണ് ഈ ആദ്യം വായിച്ചപ്പോ ഉണ്ടായിരുന്ന പ്രശ്നം. ഇത് കടൽ പോലെ കിടക്കുക. അപ്പൊ ഞാനും ശാന്തി പറഞ്ഞു ഇതൊക്കെ ഇങ്ങനെയാണ് ഇതിന്റെ രീതി. അപ്പൊ ഞാൻ ശാന്തിയോട് പറഞ്ഞു നമുക്ക് ഇതിനകത്തുനിന്ന് ഏറ്റവും ഇമ്പോർട്ടന്റും ഏറ്റവും സിനിമയിൽ നമുക്ക് ഇമ്പാക്ട് ഉണ്ടാക്കുന്ന സാധനങ്ങൾ മാത്രം എടുക്കുക, ബാക്കിയെല്ലാം വിട്ട് കളയുക. അപ്പം എന്നോടൊരു വക്കീൽ വിളിച്ചിട്ട് പറഞ്ഞാൽ നിങ്ങളിങ്ങനെ പറഞ്ഞു പുള്ളിക്കാരത്തി വക്കീലല്ലേ, ഞാനും കോടതിയിൽ പോകുന്നതാണ്, ഇതിനകത്ത് ഇനി ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു സുഹൃത്തെ ഞങ്ങൾ തുടക്കത്തിൽ അതുകൊണ്ടാണ് പറഞ്ഞത് 70% ഞങ്ങൾ എടുത്തിട്ടുള്ളൂ, ഒരു 30% തള്ളിക്കളഞ്ഞു. ഇത് സിനിമയാണ്, അതിന് സിനിമയായിട്ട് കണ്ടാൽ മതി.
നമുക്ക് ഒരു അത്യാവശ്യം ഒരു ഇമ്പാക്ട് ഉണ്ടാകണം. അല്ലാതെ ഇത് പരത്തി വെച്ച് ഫുൾ പ്രൊസീജിയേഴ്സ് ഞങ്ങൾ കാണിച്ചു, പക്ഷെ ആൾക്കാർക്ക് ബോറടിച്ചു, പടം ഓടിയില്ലല്ലോ. അപ്പൊ നമ്മുടെ ഉദ്ദേശം എന്റർടൈൻ ചെയ്യുക, അത്രേ ഉള്ളൂ ഉദ്ദേശം. അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. അത് പക്ഷെ പറ്റാവുന്ന രീതിയിൽ മാക്സിമം കോടതി പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യുക, അത് ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഇപ്പം ശാന്തിനെ തന്നെ പല ബാക്കി ജഡ്ജിമാരും ഒക്കെ പറഞ്ഞിട്ടുണ്ട്, വേറെ ആൾക്കാരോട് പറയുന്നുണ്ട്, പുറത്ത് പറയുന്നു, അങ്ങനെയൊക്കെ പറയുന്നുണ്ട് നന്നായിട്ട് ചെയ്തു. പക്ഷെ അപ്പോഴും അവർ പറയുന്നുണ്ട് സിനിമാറ്റിക് ആവേണ്ടടുത്തവരായിട്ടുണ്ട്. അങ്ങനെ പറ്റുള്ളൂ, അങ്ങനെ പറ്റുള്ളൂ. സിനിമയിൽ ഇത്രയും പ്രൊസീജിയർ ഫോളോ ചെയ്തിട്ട് വേറെ ഇതൊരു ബെഞ്ച് മാർക്ക് ആണെന്ന് എനിക്ക് ധൈര്യമായിട്ട് പറയാം. ഇതൊരു ബെഞ്ച് മാർക്ക് തന്നെയാണ്. കോർട്ട് റൂം ഡ്രാമയിൽ മലയാളത്തിൽ ഒരു ബെഞ്ച് മാർക്ക് തന്നെയാണ്. കാരണം നമ്മൾ ആരും പ്രൊസീജിയർ വയലേറ്റ് ചെയ്തൊന്നും ചെയ്തിട്ടില്ല. ഉപയോഗിക്കാത്ത ഒത്തിരി ഉണ്ട്. പിന്നെ അവസാനം അതൊക്കെ പിന്നെ അങ്ങനെ ആയേ പറ്റൂ, സിനിമയല്ലേ. നമ്മൾ പറഞ്ഞേക്കുന്ന പ്രൊസീജിയറും സെക്ഷനും വകുപ്പുകൾ പറഞ്ഞിട്ടുണ്ട് പലതും. ഇപ്പൊ ഉദാഹരണത്തിന് പറയാം, മറ്റേ മൈക്കിളിന്റെ ക്യാരക്ടറിനെ വിളിച്ച് അതിന്റെ 3:30 എന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്കത് ആദ്യമായിട്ടാ ഇവനെ നിർത്തി. ആദ്യം ശാന്തി അവിടെ ഇല്ല. അപ്പൊ ഞങ്ങള് മേക്കപ്പ് ചെയ്യാൻ പോയ സമയത്ത് ഞാൻ നേരെ കൂട്ടിക്കയറ്റി നിർത്തിയിട്ട് ഷൂട്ട് ചെയ്തു. ശാന്തി വന്നിട്ട് പറഞ്ഞു, അയ്യോ സാറേ ഇത് തെറ്റാ, കൂട്ടിലല്ല, താഴെ നിർത്തി ചോദിക്കാവുള്ളൂ. ഇപ്പൊ ഞങ്ങൾ റീഷൂട്ട് ചെയ്തു. അപ്പൊ താഴെ നിർത്തി. ആ 3:30 ചോദ്യം എന്ന് പറയുന്നത് എന്നാന്നറിയോ, ഫുൾ അതുവരെയുള്ള കാര്യങ്ങൾ മുഴുവൻ ജഡ്ജി ചോദിക്കും. അതങ്ങനെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചിലപ്പോൾ ചോദിക്കും. ഞങ്ങൾ അതിനകത്ത് 4-5 ചോദ്യം എടുത്തിട്ടുള്ളൂ. അത്യാവശ്യമുള്ള ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അങ്ങനെയാണ് എല്ലാം വളരെ കുറച്ച് ചിലത് നമ്മളതിനകത്ത് വിട്ട് കളഞ്ഞു, അതുകൊണ്ട് ഒന്നും പോകണ്ട. ഇതാണ് ഇതിന്റെ ചിലര് പറഞ്ഞിട്ടുള്ള ഇതുണ്ട്, എന്താ പറയാ, ഇത് ആദ്യമേ ചെയ്യാൻ മേലായിരുന്നോ, നമ്മളിപ്പോ അവസാനം ചെയ്ത്. അതിനും അതിൻ്റെതായ ചില കാരണങ്ങളുണ്ട്. നമുക്ക് വേണ്ടി ആദ്യം ഇത് പോലീസ് ഈ പറഞ്ഞ പോലെ ഇതിനകത്തൊരു അഭ്യാസം കാണിച്ചു, പിന്നെ ഇത് കൊണ്ടുവരുന്നതിനകത്തെ ചില പ്രശ്നങ്ങൾ, പിന്നെ ബാക്കി ഡിഫൻസിന്റെ എവിഡൻസ് കൂടെ കണ്ട ശേഷം, അതൊക്കെ ഞങ്ങൾ ഡിസ്കസ് ചെയ്തതാണ്. ഞാൻ ഇത് ആദ്യമേ ഡിഫൻസ് കൂടെ എവിഡൻസ് ഒക്കെ കണ്ട ശേഷമാണ് ഇത് ഓരോ വക്കീലന്മാർക്ക് ഓരോ രീതികളുണ്ട്, അങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൺവിൻസ് ആയി. പക്ഷെ അതിനെല്ലാം ഞാൻ ഇരുന്നുകൊണ്ട് ലോജിക് ക്ലിയർ ചെയ്യാൻ ഉത്തരം പറയാൻ പോയാല് ഈ സിനിമ ഞാൻ സീരിയസ് ആയിട്ട് ഇറക്കേണ്ടി വരും. തീർച്ചയായിട്ടും. പക്ഷെ അതൊന്നും പ്രശ്നമല്ല. ഞാൻ പറഞ്ഞ ഇങ്ങനത്തെ ഫീഡ്ബാക്സ് വരുന്നു, അതുണ്ടാവും. അപ്പൊ ഇതിനകത്ത് പറ്റിയെന്ന് വെച്ചാൽ ഇത്രയും ഡീറ്റെയിൽഡ് ആയപ്പോൾ ഇവരെല്ലാവരും വിചാരിച്ചു, അയ്യോ ഇത് ശരിയാവൂല, ഇത് ചെയ്യണമെന്ന് ആലോചിക്കണമെന്ന് പറഞ്ഞു. അന്നേരം ഞാനിതെല്ലാം കേട്ടു. എനിക്ക് അപ്പോഴേ അറിയായിരുന്നു ഇത് പാക്ക് ചെയ്യാനുണ്ടെന്ന് എനിക്കറിയായിരുന്നു. അന്നേരം ശാന്തി പെട്ടെന്ന് ഇതായി. പിന്നെ ഞങ്ങളത് മൊമെന്റ് മാത്രം ഞാൻ സാറിനോട് ചോദിച്ചു, സാറേ ആർ യു കോൺഫിഡന്റ് പൊന്നേടോ, അല്ലെങ്കിൽ ഞാൻ ഈ പരിപാടിക്ക് ഇറങ്ങിയിരിക്കുമോ, എനിക്കറിയാം ഇത് എങ്ങനെ എടുക്കേണ്ടതെന്നുള്ളത്, എനിക്ക് വ്യക്തമായ ഐഡിയ ഉണ്ട്. പിന്നെ ഞങ്ങൾ പലതും എഴുതി വെക്കുമ്പോൾ ഡയലോഗ്സ് ഉണ്ടെങ്കിൽ പോലും അതങ്ങനെ അല്ല കാണിക്കുന്നതെന്നുള്ള ബോധം എനിക്കും ഉണ്ട്. ഇപ്പൊ ഞാൻ ചിലപ്പോൾ എഴുതി വെക്കും ഇതിങ്ങനെ, സാറ് പറയും അത് ഞാൻ എടുത്തോളാം, അത് എനിക്കറിയാം പണി, താൻ അത് എഴുതിക്കോ. നമ്മൾ സാറേ എഴുതിയാലോ അത് എടുക്കുന്നില്ലല്ലോ, അത് ഇങ്ങനെയല്ലേ കാണിക്കുന്നത്, അത് കുഴപ്പമില്ല, താനത് നോക്കണ്ട, അത് ആ പണി ഞാൻ ചെയ്തോളാം, താനത് ചെയ്താൽ മതി. അപ്പൊ ഈ സ്ക്രിപ്റ്റ് വായിക്കാൻ കൊടുക്കുമ്പോ ഇവര് മേക്കിങ്ങിന് ഇതെങ്ങനെയാ വരുന്നതെന്നുള്ളത് എനിക്കും സാറിന് ഒരു ധാരണയുണ്ട്. സാർ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്കറിയാം, ഞാൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് സാറിന് മനസ്സിലായി. ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത്, സാർ ഒരു വക്കീൽ അല്ലെങ്കിൽ പോലും ഞാൻ എന്താ അതിനകത്ത് എഴുതി ഉദ്ദേശിക്കുന്നത്, ഇങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് എഴുതുമ്പോൾ സാറിന് വ്യക്തമായ ധാരണയുണ്ട്. അപ്പൊ സാറ് പിന്നെ അവിടെ നിന്ന് ഒരു വാക്ക് പറഞ്ഞു, എടോ അത് ഇതുണ്ടാകും, ഇവർക്ക് അതിനെക്കുറിച്ച് അറിയില്ല. ഇപ്പൊ എനിക്ക് പുറത്തുനിന്ന് നോക്കി എനിക്കും അറിയില്ല, പക്ഷെ സ്ക്രിപ്റ്റിലുടനീളം സാർ ഇരിക്കുവാണ്, സാറ് വർക്ക് ചെയ്യണം അതിന്റെ കൂടെ. ഇതിലെ പല കോർട്ട് സീൻസിലെ ചോദ്യങ്ങളില്ലേ, ആ സാക്ഷികളെ വിസ്തരിക്കുക, അതൊക്കെ സാറാ വർക്ക് ചെയ്തത്. അല്ല അത് മറ്റേ സാക്ഷികളെ വിസ്തരിക്കുന്നത് ഫ്രണ്ട്സിനെ വിസ്തരിക്കുന്ന പോർഷൻ സാറാ ചെയ്തത്. അപ്പൊ ആദ്യത്തെ ഞാൻ വിസ്താരത്തിന്റെ ആ ലൈനും ആ ചോദ്യം പിന്നെ ഒരു സാധനം മറ്റേ പക്ഷെ തിയേറ്ററിൽ അതിന് കൈഡി കിട്ടുന്നു. ഞാൻ പറഞ്ഞു മറ്റേ ഇത് വന്നപ്പോഴത്തേക്കും ഞാനിപ്പോ ഈ കോടതി പറഞ്ഞതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ പറഞ്ഞു. അപ്പം എന്നോട് അത് പറഞ്ഞു അങ്ങനെ സാധാരണ അത് ആരും ചെയ്യില്ല. ഞാൻ പറഞ്ഞു നമുക്ക് ചുമ്മാ കേട്ടാന്നേ, സിനിമയിൽ പുള്ളി ടെക്നിക്ക് യൂസ് ചെയ്തു. അപ്പൊ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു ഡയലോഗ് കൂടെ ആഡ് ചെയ്യണം, ഫോർ നോട്ട് ടേക്കിംഗ് പെർമിഷൻ എന്ന് പറഞ്ഞു. ജഡ്ജിന് പോയിട്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല. പക്ഷെ നമ്മളവിടെ സിനിമാറ്റിക് ആയി, മനസ്സിലായി, അങ്ങനെയുള്ള ചില അഭ്യാസങ്ങളൊക്കെ. പക്ഷെ അതുപോലെ ശാന്തി ചെയ്തു വെച്ച ഒരു സാധനം ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ആ പിന്നെ എന്താ നമ്മുടെ ഡ്രൈവറെ കൊണ്ടുവന്നിട്ട് ചോദ്യം ചെയ്ത് കഴിഞ്ഞിട്ട് പ്രിയാമണിയുടെ ക്യാരക്ടർ വന്നിട്ട് അത് ചോദിച്ച് അതിന്റെ ഇത് മാറ്റിക്കളഞ്ഞത് ഭയങ്കര രസമായിരുന്നു. ഞാനത് ഭയങ്കര എൻജോയ് ചെയ്ത് ഷൂട്ട് ചെയ്തൊരു സാധനമാണ്. ഓരോ ചെറിയ ചോദ്യങ്ങളിലൂടെ അത് മാറ്റിക്കളഞ്ഞത്. ഈ വക്കീലന്മാരെ കുരുട്ടുപത്തി വക്കീലന്മാരെ നമുക്കറിയാലോ. ഈ പറഞ്ഞപ്പോൾ ആകാരം മറ്റേ ലാലേട്ടൻ ചോദിക്കുന്നില്ലേ, കേട്ടോന്ന് ചോദിക്കാം, പോലീസുകാരന് അങ്ങനെ ജഡ്ജിയുടെ മുമ്പിൽ പറയാൻ പറ്റില്ല. ഇല്ല അങ്ങനെ പറയാൻ പറ്റില്ല. അയാൾ പക്ഷെ പതറിട്ട് പറയാതിരിക്കാനും വയ്യ, പറ്റില്ല. കാരണം അങ്ങനെ നമ്മൾ ഒരാളോട് നിങ്ങൾ കേട്ടില്ലേ എന്ന് വെച്ചാൽ കേട്ടില്ലേ പറയാന്ന് വെച്ചാൽ കേട്ടു എന്നേ പറയാൻ പറ്റുള്ളൂ അവിടെ.
മനസ്സിലായി. അപ്പൊ ചോദിച്ചു സോറി ഫോർ നോട്ട് ടേക്കിംഗ് പെർമിഷൻ, പക്ഷെ സാഹചര്യം ഇങ്ങനെയാണ്. പലപ്പോഴും ഈ കോടതികളിൽ അങ്ങനെ പലതും വരാറുണ്ട്. നമ്മളെ ഇതിപ്പോ കണ്ടിറങ്ങുന്ന ഈ വക്കീലമാർക്കോ അല്ലെങ്കിൽ ഒരു ജഡ്ജിയോട് കണ്ടാലൊന്നും ഇതൊരു മോശമാണ്, ഇത് എന്ത് പ്രൊസീജിയർ എന്ന് ഒരിക്കലും ചോദിക്കില്ല. നല്ല കോൺഫിഡൻസ് ഉണ്ട്. എഴുതുന്നവർക്ക് അത് പലതും എഴുതാം, അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. അത് നമ്മളെ നന്നാക്കാനാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അത് നല്ല കൺസ്ട്രക്റ്റീവായിട്ടുള്ള നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ എടുക്കാൻ കോടതി ഇപ്പൊ ഒരു കേസ് വാദിക്കുന്ന കേട്ടിരുന്ന എല്ലാവർക്കും ഇത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. എനിക്ക് അതാണ് ഫീൽ ചെയ്തത്. ഞാൻ ആദ്യം തൊട്ട് പ്രാക്ടീസ് ചെയ്യുന്ന വക്കീലമാർക്കും അതെ. വക്കീലമാർക്കും പ്രാക്ടീസ് ചെയ്യുന്ന അവരൊക്കെ പോയിരുന്ന് കേൾക്കും. അപ്പൊ സീനിയറായ അഭിഭാഷകരും പോയിരുന്ന് കേൾക്കാൻ ഭയങ്കര രസമാണ്. ഞാൻ അങ്ങനെ വെറുതെ കേൾക്കാൻ പോയിട്ടുണ്ട് എന്റെ നാട്ടിലൊക്കെ. ഞാനിപ്പോ പറഞ്ഞിട്ടുണ്ട് ശാന്തിയോട്, എനിക്ക് ഇതുപോലെ ഒന്നും ഒരു ദിവസം അല്ലാതെ കേൾക്കാൻ രസമാണ് അവർ കേൾക്കാൻ. അപ്പൊ ജഡ്ജിന്റെ ഒരു ഇന്ററാക്ഷൻ ഉണ്ടല്ലോ. അപ്പം ഇത് പറഞ്ഞത് ഒന്നും ഇല്ലല്ലോ അല്ലേ, പബ്ലിക് പ്രോസിക്യൂട്ടറുടെ അടുത്ത് ചോദിക്കണം. അതൊക്കെ ഒരു സീനിയർ അത് നടക്കുന്നതാണ് കോടതിയിൽ, എടുത്ത് ചോദിക്കുമല്ലോ. അതൊക്കെ നമുക്ക് ഇതിനകത്ത് ശരിക്കും വർക്കൗട്ട് ഉണ്ട്. ഇനി ഒരു കാര്യം കൂടെ ചോദിച്ച് അവസാനിപ്പിക്കാം. ഈ ദ്വീപ് പറഞ്ഞത് അവരെ എഴുതിയ 49 പേജുള്ള സ്ക്രിപ്റ്റ് നിങ്ങളുടെ കയ്യിൽ തന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. അത് ആ ഫോട്ടോയിൽ കാണിക്കാൻ ഈ കഥയല്ലല്ലോ, കഥയല്ല, അങ്ങനെ തന്നു എന്ന് കൂടെ ഒരു വാദം. അല്ല, ആ കഥ പറഞ്ഞ ഞാനതാ കുട്ടിയെ കണ്ടുപിടിക്കാൻ പോകുന്ന അച്ഛന്റെ കഥയാണ്. ആ അച്ഛന്റെ മുത്തശ്ശി ജഡ്ജിയായിട്ടിരിക്കും. സിനിമാറ്റിക് അല്ല. സാധാരണ കോടതിയിലൊന്നും ഒരു ജഡ്ജ് എന്റെ അറിവിൽ എനിക്ക് പറയാവുന്നതല്ല. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഹൈദറിന് പരിചയമുള്ള ഒരാള് നാളെ ജഡ്ജ് ആവണമെന്ന് വിചാരിക്കാം. ഒരിക്കലും ഹൈദറിന് സംബന്ധിക്കുന്ന ഒരു കേസും അദ്ദേഹം എടുക്കില്ല, അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ് ഞാൻ കേട്ടിരിക്കുന്നത്. പിന്നെ പോട്ടെ എന്തെങ്കിലും സിനിമാറ്റിക്. എന്നോടന്ന് വന്ന് പറഞ്ഞ കഥ വേറെ, ഈ കഥ വേറെ, നമ്മുടെ സിനിമയുടെ കഥ വേറെ. ചിലപ്പോ അദ്ദേഹം ആയിരിക്കില്ല, ചിലപ്പോ ട്രെയിലർ കണ്ടിട്ട് ആരെങ്കിലും പെട്ടെന്ന് എഴുതി ഉണ്ടാക്കിയ ഒരു കഥയായിരിക്കാം. പാവം ഒരു കോർട്ട് റൂം ഡ്രാമയും ആക്കിയതായിരിക്കും. എന്തായാലും നമ്മുടെ സിനിമ സൂപ്പറായി അല്ലേ? നമ്മുടെ സിനിമ സൂപ്പറായി. പക്ഷെ ഒരു കാര്യം കൂടെ ചോദിക്കും, നമ്മുടെ ജഡ്ജി ഭയങ്കരമായിട്ടാണ്. അവസാനമൊക്കെ ആയപ്പം പുള്ളി ആദ്യമായിട്ട് അത് ചെയ്യുന്നത്. അവസാനമൊക്കെ ആയപ്പം ശാന്തി എന്നോട് തോന്നി പുള്ളി ഇപ്പൊ ജഡ്ജിയായി മാറി. ഭയങ്കര രസമായിട്ട് ഞങ്ങളിങ്ങനെ പുള്ളി കയറി വരുന്ന ഒരു പോർഷനിലൊക്കെ ഞാനിങ്ങനെ പറയുമായിരുന്നു പുള്ളിയോട്. കാരണം ഞങ്ങളുടെ ഹൈക്കോർട്ടിലൊക്കെ വളരെ മെജസ്റ്റിക് ആയിട്ടുള്ള ജഡ്ജസ് ഉണ്ട്. അപ്പൊ അവർ ആ കയറി വരുമ്പോ തന്നെ കോട്ട് ഇങ്ങനെ റോപ്സ് ഇങ്ങനെ ഒന്ന് ചെറിയൊരു ഇതാ ലാലേട്ടൻ ഇങ്ങനെ തോള് തിരിച്ച് നടക്കുന്ന കാണുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഫീൽ ഇല്ല. അതുപോലെ കോടതിയിൽ മെജസ്റ്റിക് ആയിട്ടുള്ള ജഡ്ജസ് ഉണ്ട്. അവർ ആ കയറി വരുന്ന ഇങ്ങനെ റോപ്സ് ഇങ്ങനെ തട്ടി വരുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഫീലാ. അതൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ മാത്യു ഇങ്ങനെയാണ് കേട്ടോ അത് നോക്കുക, ഇങ്ങനെ ഒന്ന് നോക്കി. ഞാൻ ഇങ്ങനെ എഴുതിയിട്ട് ഇങ്ങനെ എടുത്തു വെച്ചിട്ട് നമ്മൾ വളരെ കൂളായിട്ട് അതിനെ താഴേക്ക് തള്ളിയിടുവാണ്. ഓരോ ഫയലും എഴുതിയിട്ടേ അടുത്ത നെക്സ്റ്റ് കേസ് വിളിക്കുന്നതിന് മുമ്പ് ഓക്കെ പോസ്റ്റഡ് ഓൺ എന്ന് പറയുന്നു, കലണ്ടർ നോക്കിയിട്ട് പോസ്റ്റഡ് ഓൺ എന്ന് പറയുന്നു. അത് ആ ഫീലിൽ അങ്ങ് പറഞ്ഞാൽ മതി, സീസണൽ ആയിട്ട്. പിന്നെ പുള്ളിയുടെ തന്നെ ഒരു അഡീഷൻ ഉണ്ടായിരുന്നു. മറ്റേ ഇത് ക്ലോസ് ചെയ്യാൻ പറഞ്ഞു, ഇങ്ങനെ ഇൻ ക്യാമറ വേണമെന്ന് പറഞ്ഞ പുള്ളി ഇങ്ങനെ തട്ടി ബെഞ്ച് ക്ലർക്കിനെ വിളിച്ചിട്ട്. അപ്പൊ ഞങ്ങൾ ക്ലോസ് ഡോർന്ന് പറയുന്നുണ്ട് പുള്ളി ഒന്ന് ഇങ്ങനെ. അപ്പൊ ശാന്തിയോട് ചോദിച്ചു അത് കൊള്ളാലോ, നല്ല രസമായിട്ടുണ്ടല്ലോ ഇത്, ഭയങ്കര രസമായിട്ട്. കുറച്ച് കഴിയുമ്പോ ഞാൻ നോക്കിയപ്പോ പേപ്പറൊക്കെ നമ്മുടെ ഒറിജിനൽ ജഡ്ജിമാരെടുത്ത് തള്ളുന്നതിനേക്കാളും എറിഞ്ഞ് പേപ്പർ വന്ന് അവിടെ ബെഞ്ച് ക്ലർക്ക് ശരിക്കും പിടിക്കും. അങ്ങനെയൊക്കെ ചിലപ്പോ സംഭവിക്കും. നെക്സ്റ്റ് മൈൻഡ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ അതിനകത്തൊരു പോയിന്റ് ഉണ്ട്. വിജയമാനോട് പറഞ്ഞു നിങ്ങൾ വേണമെങ്കിൽ നമുക്കൊരു പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കാം. അപ്പോഴത്തേക്കും വിജയൻ പറഞ്ഞു പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കണമെങ്കിൽ ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറായ എനിക്ക് സ്റ്റേറ്റ് വഴി ചെയ്യിക്കാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോ ജഡ്ജിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ വേറെ പറയാൻ വന്നപ്പം ക്രോസ് വേറെ പറഞ്ഞ പുള്ളി അടുത്തേക്ക് എങ്ങനെ, കാരണം പുള്ളിയുടെ ഈഗോ ഹേർട്ട് ചെയ്തത്. അങ്ങനത്തെ എല്ലാം ഭയങ്കര അങ്ങനത്തെ കുറെ ഇതിലെ എല്ലാ കാര്യങ്ങളും അങ്ങനെ ഓരോന്നൊരു ഡീപ്പായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. അപൂർവമാണ് രാത്രി കേസുകൾ വാദിക്കുന്നത്. അതും ഈ സിനിമയിൽ കാണിച്ചു വെക്കും. ഈ ഇടയ്ക്ക് കുറെ കേസുകൾ അതും ചില ആളുകളുണ്ട് ഇങ്ങനെ രാത്രി കേസുകളൊക്കെ നടത്തുന്നുണ്ട്. ഇതിൽ എന്താണ് പുതുമയെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇത് നടന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. അങ്ങനെ ചോദിച്ചവരുണ്ട് പറയാം. സിനിമ ജനം ഏറ്റെടുത്തു. അവരത് ചെയ്തുകൊണ്ട് അതിനകത്ത് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടാം, ഇഷ്ടപ്പെടാത്തവർക്ക് ഇഷ്ടപ്പെടേണ്ട, അതൊക്കെ അവരുടെ എന്നോട് കുറച്ചു മുമ്പ് പറഞ്ഞ പുള്ളിയുടെ ബോക്സ് ഓഫീസ് ഹിറ്റ് എന്ന് പറഞ്ഞ 3ാമത്തെ സിനിമ എന്ന് പറഞ്ഞത് ഒന്ന് ദൃശ്യം, ഒന്ന് ലൂസിഫർ, ഒന്നിതാന്ന് പറഞ്ഞു. ഇപ്പോൾ പറഞ്ഞ ഒരു അരമണിക്കൂർ മുമ്പ് എന്നോട് പറഞ്ഞാണ്. വിജയങ്ങൾ ഒത്തിരി ഉണ്ട്, വിജയങ്ങൾ ഒത്തിരി ശ്രമിച്ചിട്ടുണ്ട്, നല്ല സക്സസ്. പക്ഷെ 10 വർഷത്തിനുള്ളിൽ നടന്ന ബോക്സ് ഓഫീസ് 10 വർഷത്തിനുള്ളിൽ 3 സിനിമ എന്നാണ് പറഞ്ഞത്. ദൃശ്യം, ലൂസിഫർ, അത് ഇത്ര ദിവസം കൊണ്ട് തന്നെ ആയി എന്നുള്ളതാണ്. അതിന്റെ അപ്പുറത്തേക്ക് നമുക്കൊന്നും വേണ്ടോ. എന്തായാലും സൂപ്പർ ഹിറ്റ് സിനിമ. ആ സിനിമ തന്ന നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒത്തിരി നന്ദിയുണ്ട്. നമുക്ക് ഈ കാര്യങ്ങളും കൂടെ ഈ ഒരു പ്രശ്നങ്ങളുള്ള അതും കൂടെ ഒന്ന് പ്രേക്ഷകരെ അറിയിക്കണമെന്ന് എനിക്ക് ആഗ്രഹം. കാരണം ഇത്
ആ സ്ക്രിപ്റ്റുമായിട്ട് വന്നപ്പോൾ ഞാൻ കുറെ വീഡിയോ ചെയ്തതാണ്. അപ്പൊ എന്നോട് കുറെ പേര് കണ്ടു നിനക്ക് കഥ മൊത്തം പറഞ്ഞത് ശരിയായിരുന്നു, ആ കഥയല്ലാന്ന് മനസ്സിലാകാതെയാണ് പറഞ്ഞത്. അല്ല, അവരുടെ കഥ പബ്ലിക്കായിട്ട് അവർ തന്നെ വിട്ടതാണ്. കോടതിയിൽ നിന്ന് കിട്ടുന്നതാണ്. അതുപോലെ അത് എല്ലാ ഗ്രൂപ്പുകളിലും എല്ലാ ഗ്രൂപ്പിലും ആ കഥ ഞാൻ പറഞ്ഞു. ആ കഥയായിട്ട് ഒരു ബന്ധമില്ല എന്ന് പിറ്റേന്ന് ഞാൻ വീഡിയോ ചെയ്തു. അതില്ല എന്ന് നിങ്ങളെയും കൂടെ ഒന്ന് ഇന്റർവ്യൂ ചെയ്തിട്ട് എനിക്ക് പ്രേക്ഷകരെ അറിയിക്കണമെന്നുണ്ടായിരുന്നു. അത് അറിയിച്ചു. ഈ തിരക്കില് ഇത് ഇരട്ടി മധുരമാണ്. ക്രിസ്മസും ന്യൂ ഇയറും നേരിനൊപ്പം. അതിനൊരു മാറ്റമില്ല. ഒത്തിരി സന്തോഷം. താങ്ക് യു.